എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇത് ഹവാക്കർ ശ്രീകണ്ഠൻ നായർ ഷോ പവർഡ് ബൈ ഇൻഷെയ്പ്പ്. സോഷ്യൽ മീഡിയ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാൽ അതിനേക്കാൾ വലിയ ദോഷങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നു എന്ന് സംശയം തോന്നും ചില കാര്യങ്ങളുടെ പോക്ക് കണ്ടാൽ. കഴിഞ്ഞയാഴ്ച ഒരു ചർച്ച നിങ്ങൾ കണ്ടു. ഇന്ന് അതിൻ്റെ അവസാന ഭാഗം. അമ്മ മോനെ SMS അയച്ച് ഫുഡ് റെഡിയായി എന്ന് പറയുന്ന ഒരു വീടുണ്ട്. എൻ്റെ കുഞ്ഞ് ഒരിക്കലും തെറ്റ് ചെയ്യില്ല എന്നുള്ള ഉത്തമ ഉദാത്ത വിശ്വാസത്തോടെ ജീവിക്കുന്ന ഒരുപാട് മാതാപിതാക്കളെ ഒരു മൂഢസ്വർഗത്തിലാണെന്ന് പറയേണ്ടി വരും. കൗമാരക്കാർ മാത്രമല്ല, അമ്മമാര്, പ്രായമുള്ള സ്ത്രീകളൊക്കെ പല രീതിയിൽ ഇപ്പം ഭാര്യമാര് മറ്റുള്ളവരെ തേടി പോകുന്നു. ആക്ച്വലി സോഷ്യൽ മീഡിയ ഒരു വഴിയാവുന്നേ ഉള്ളൂ. എനിക്ക് ഒരു പരിചയമില്ലാത്ത, ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത, ഏതാണെന്ന് പോലും അറിയാത്ത ഏതാണ്ട് ഒരു 40ഓളം ഐഡികളിൽ നിന്നാണ് എന്നെ ചീത്ത വിളിക്കുന്നത്. ഈ തെറി വിളിക്കാനായിട്ടുള്ള ഗ്രൂപ്പ് പോലും ഉണ്ടോ ഫേസ്ബുക്കിൽ? അതിനുവേണ്ടി മാത്രമായിട്ട് സൈബർ കൊട്ടേഷൻ ടീംസ് ഉണ്ട്. ന്യൂ ജനറേഷനിൽപ്പെട്ട പല കുട്ടികൾക്കും കമ്പ്യൂട്ടർ സംബന്ധമായിട്ടുള്ള നോളേജ് ഉണ്ട്. ഓൾഡ് ജനറേഷനിൽപ്പെട്ട അവരുടെ രക്ഷിതാക്കൾ താരതമ്യേന വിദ്യാഭ്യാസം കുറഞ്ഞവരായിരിക്കും. ഇവര് റൂമിൽ കയറി വാതിലടച്ചു കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നതൊക്കെ തോന്നിയാസങ്ങളായിരിക്കാം. എനിക്കൊരു ഫ്രണ്ടിനെ അറിയാം, കല്യാണം കഴിഞ്ഞതാണ്, പക്ഷെ ഇപ്പോഴും ഒരു 10-15 റിലേഷൻസ് എക്സ്ട്രാ കൊണ്ടുപോണ്ട്, ഇപ്പോഴും കൊണ്ടുപോണ്ട്. വലിയ പാടല്ലേ അത്ര? ഇപ്പോൾ വിശാലമായ ആകാശമാണ്. ഈ ആകാശം നിമിഷങ്ങൾക്ക് ഹൈ മുത്തേന്നടിക്കാൻ ആളുണ്ട്. അപ്പോൾ ഭാര്യയെ ഒന്ന് സ്നേഹിക്കാൻ ഒരു നിമിഷം വൈകും ഭർത്താവ്. അപ്പോൾ കാമുകൻ സ്നേഹിക്കാനുള്ളപ്പോൾ സ്വാഭാവികമായിട്ട് ഈ കാമുകൻ എന്തെന്നറിയില്ല. ഇവൻ രൂപമുള്ളവനാണോ, ഇവൻ സുന്ദരനാണോ, അവൻ്റെ കയ്യിലിരിപ്പൊന്നും അറിയാതെ ഇവൻ്റെ ഈ വേർഡ്സിനകത്ത് വീണ് പോയിട്ട് ഒരു ഫേസ്ബുക്കിലൂടെയോ ഒരു വാട്സപ്പിലൂടെ ഒരു സ്മൈലി അയക്കുന്നതിനേക്കാൾ എത്രയോ ഭംഗിയാണ് സർ ഒന്ന് നോക്കി ചിരിക്കുന്നത്. കണ്ണ് തുറന്ന് ജീവിക്കുക, തല താഴ്ത്തി പിടിക്കാതെ തല ഉയർത്തി പിടിക്കുക. കേരളത്തിൽ ഈ വൈകുന്നേരമായി ഭർത്താവ് ജോലി കഴിഞ്ഞു, ഭാര്യയും ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ പരസ്പരം സംസാരിക്കാത്ത ഒരു കുടുംബത്തിലുണ്ടായ ഒരു സംഭവം ഉണ്ടായി. കേരളത്തിൽ ഒരു ജില്ലയിൽ സംഭവിച്ചാണ്. ഭാര്യയും ഭർത്താവും മുറിക്കകത്ത് കയറി കഥ ഉടച്ചെന്ന് ചാറ്റ് ചെയ്ത് തുടങ്ങി. 4 മാസം കഴിഞ്ഞപ്പോഴും അവർ പരസ്പരം ചാറ്റ് ചെയ്യായിരുന്നു. കുട്ടികളുടെ കാര്യം ആലോചിച്ച് നോക്കി. ഇതിനിടയ്ക്ക് പെടുന്ന കുട്ടികൾ വൈകുന്നേരങ്ങളിൽ ഇപ്പോൾ കുട്ടികളോട് ഇരിക്കാൻ പാരന്റ്സിനെ പറ്റി സമയം കിട്ടുന്നില്ല. അല്ല, അങ്ങനെ ഒരു കുട്ടിയെ കുറിച്ച് രഘുനാഥ് പലേരി ഒരു കഥയിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നോവലറ്റിൽ വന്നാണ് ഈ, അതായത് ആ അച്ഛനും അമ്മയും വന്ന് മുറിക്കകത്ത് കയറി ചാറ്റിങ് തുടങ്ങും. ഈ കുട്ടിക്ക് 11-12 വയസ്സുണ്ട്. ഈ കുട്ടി അനാഥമായി പോവാണ്. അവസാനം ഒരു ദിവസം ഈ കുട്ടി പറഞ്ഞു, അമ്മ എത്രയോ കിലോമീറ്റർ അകലെ ഇരിക്കുന്ന ഈ ആളിനോട് കാണിക്കുന്ന ഒരു സ്നേഹം ഒരു ദിവസം ഒരു തവണയെങ്കിലും എന്നോട് കാണിച്ചുകൂടെ എന്ന് ചോദിക്കുന്ന കുട്ടിയുടെ ചിത്രമുണ്ട്. അത് നമ്മുടെ കേരളീയ സമൂഹങ്ങളിൽ ശരിക്കും ആ ചിത്രം അങ്ങനെ തന്നെ സംഭവമായിട്ട് ബന്ധപ്പെട്ട ഒരു അനുഭവം എനിക്കുണ്ടായി. അതായത് ഞാൻ ഈ കുട്ടികളുടെ ചാറ്റിംഗ് കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ക്ലാസ് എടുക്കാനൊക്കെ ഞാൻ പോയ സമയത്ത് സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, മോനെ നിനക്ക് എന്താവാൻ ആഗ്രഹമെന്ന്, ഡോക്ടർ, എഞ്ചിനീയർ എന്നൊക്കെ പറയും. എന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പിച്ചുകൊണ്ട് ആ കുട്ടി ഒരു 12 വയസ്സ് കാണും. 12 വയസ്സുകാരനായ കുട്ടിയുടെ ഉത്തരം എന്ന് പറയുന്നത്, സാറേ എനിക്കൊരു ടച്ച് ഫോൺ ആവാനാണ് ആഗ്രഹമെന്ന്. ടച്ച് ഫോൺ ആവാനാണ് ആഗ്രഹമെന്ന്. കാരണം ഏറ്റവും കൂടുതൽ സമയം അച്ഛനും അമ്മയും ഇപ്പോൾ ഈ ഫോണിനെ തടവിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് യാതൊരു വിധമായിട്ടുള്ള കെയറും കിട്ടുന്നില്ല. ഒരു ഫോണെങ്കിലും ഒന്ന് ആയി മാറിയിരുന്നെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും എനിക്കൊരു തലോടലെങ്കിലും കിട്ടിയേനെ എന്ന് പറഞ്ഞ് സത്യം പറഞ്ഞാൽ ഈ 12-കാരൻ്റെ ആ ഉത്തരം ഞെട്ടിച്ചു കളഞ്ഞു. ഇന്നത്തെ ഈ ഓൺലൈൻ പെൺവാണിഭം അടക്കം ഏറ്റവും കൂടുതൽ അബ്യൂസ് ആവുന്നത് ഇന്ന് പെൺകുട്ടികളാണ്. എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ എറണാകുളത്ത് ഒരു കോഴ്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം എനിക്ക് എൻ്റെ വീട് സ്വദേശം പാലക്കാടാണ്. പാലക്കാട് എനിക്ക് ഒരു അത്യാവശ്യം നേരത്തെ എത്തണമായിരുന്നു. ബസ്സിന് പോകുമ്പോൾ എനിക്ക് സാധിക്കില്ലായിരുന്നു, ബസ്സിന് വേഗം എത്താൻ സാധിക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ട്രെയിനിലായിരുന്നു ഞാൻ അന്ന് പോയത്. എൻ്റെ ടിക്കറ്റ് എടുക്കാൻ ബുദ്ധിമുട്ടുള്ള കാരണം ഞാൻ ഒരാളോട് ഹെൽപ്പ് ചോദിച്ചു. പുള്ളി എനിക്ക് ടിക്കറ്റ് എല്ലാം എടുത്തു തന്നു, സീറ്റും എല്ലാം അറേഞ്ച് ചെയ്തു. ഞാൻ സീറ്റിലിരുന്നു. അന്ന് ട്രെയിൻ ഇറങ്ങിയ ശേഷം അദ്ദേഹം എന്നോട് മാന്യമായിട്ട് പറഞ്ഞു, വീടെത്തിയെങ്കിൽ ഒന്ന് അറിയിക്കാവോ, സുരക്ഷിതമായി ഇവിടെ എത്തിയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് അറിയിക്കാവോ ചോദിച്ചു. അന്ന് എനിക്ക് പുള്ളിയുടെ ഒന്നും തോന്നിയില്ല. ഓക്കെ, അറിയിക്കാമെന്ന് പറഞ്ഞു. വീടെത്തിയ ശേഷം ഞാൻ എൻ്റെ വീട്ടുകാരോട് ചോദിച്ചു, അമ്മയോട് ചോദിച്ചു, ഞാൻ അറിയിച്ചോട്ടെ, പറഞ്ഞോട്ടെ ചോദിച്ചു. ഞാൻ അപ്പം തന്നെ അദ്ദേഹത്തിനെ വിളിച്ചു പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയാനോ സ്ഥലം പറയാനോ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാൻ സുരക്ഷിതമായി വീടെത്തി, ഞാൻ ഇത്ര സമയത്തിന് വീടെത്തി എന്ന് പറഞ്ഞു. ഒരു 2 വീക്സ് കഴിഞ്ഞ് 2 വീക്സോളം കൂടി പുള്ളിയുടെ ഒരു കോണ്ടാക്റ്റും ഒന്നും ഉണ്ടായിരുന്നില്ല. 2 വീക്സ് കഴിഞ്ഞപ്പോൾ പുള്ളി എനിക്ക് വാട്സപ്പിൽ എന്താ പറയുക, ആവശ്യമില്ലാത്ത മെസ്സേജുകളും പിക്ചേഴ്സും എല്ലാം പുള്ളി എനിക്ക് സെൻഡ് ചെയ്യാൻ തുടങ്ങി. ഇതിനെതിരെ എതിർത്ത് എന്നോട് പുള്ളി പ്രപ്പോസ് ചെയ്തിട്ട് പറഞ്ഞു, അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ പോലീസിൽ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. എന്തിനാ പോലീസിൽ കേസ് കൊടുക്കുന്നത് ഞാൻ ചോദിച്ചു. പല ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പുള്ളിനെ ഒരുപാട് മെൻ്റലി ബ്ലാക്ക്മെയിൽ ചെയ്തു. ലാസ്റ്റ് എനിക്ക് ആ വാട്സപ്പ് ബ്ലോക്ക് ചെയ്യാനും വാട്സപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ കോൺടാക്ട് എനിക്ക് ബ്ലോക്ക് ചെയ്യേണ്ടി വന്നു. പോലീസിൽ കുട്ടിയെങ്കിലും പരാതിപ്പെട്ടു. വെരി നെക്സ്റ്റ് മൊമെന്റിൽ നിങ്ങൾ കംപ്ലൈന്റ് കൊടുക്കണം.
പ്രശ്നമായിരുന്നു. ഒരിക്കലും ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഒരു മോളാണ്. എനിക്ക് ഒരാളെ കൊണ്ട് ഒരിക്കലും ഒരു കേസ് നടത്തി കൊണ്ടുപോകാൻ സാധിക്കില്ല. അത്രയും കഴിവ് അങ്ങനെ വിചാരിക്കുന്നതുകൊണ്ട് കുഴപ്പം. അങ്ങനെ വിചാരിക്കുന്നതുകൊണ്ട് കുഴപ്പം. അതിൽ ഞാൻ അംഗീകരിക്കും. കാരണം കഴിഞ്ഞ 8 മാസമായിട്ട് പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അതും എന്റെ പ്രഗ്നൻസി പീരീഡ് മുഴുവൻ DGP ഓഫീസ്, IG ഓഫീസ്, ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷൻ ഞാൻ കയറി ഇറങ്ങാത്ത ഒറ്റ പോലീസ് സ്റ്റേഷൻ ഇല്ല. നമ്മുടെ ഗവൺമെന്റ് അത് എനിക്ക് പറയാൻ പറ്റും. നമ്മുടെ പോലീസ് നമ്മുടെ സമൂഹത്തിലെ ഒറ്റയ്ക്കാണെന്ന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പോലീസിൽ പോകണ്ടേ? നമ്മളുടെ പോലീസ് സ്റ്റേഷനെ കുറിച്ചും നമ്മളുടെ സർക്കാർ ഓഫീസിനെ കുറിച്ചും നമുക്ക് നന്നായിട്ട് അറിയാം. ഒരു ആവശ്യത്തിന് വേണ്ടി എവിടെ വീടെന്നാ പറഞ്ഞേ? പാലക്കാട്. ഞാൻ പാലക്കാട് തന്നെ ജനിച്ച ആളാണ്. എനിക്ക് 4 or 5 ഇതുപോലെ സോഷ്യൽ മീഡിയ അറ്റാക്ക് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അല്ലാത്ത 1-2 പ്രശ്നം, ചില വണ്ടി തട്ടിയിട്ടുണ്ട്, എത്ര പ്രശ്നങ്ങൾ. ഞാനും പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട്, പരാതി കൊടുത്തിട്ടുണ്ട്, ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്, എന്തായി എന്ന് ചോദിച്ചിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ പോകുന്നത് ഇന്നൊരു പ്രശ്നമല്ല. നമ്മൾ പോയേ പറ്റൂ. നമുക്ക് സഹായം ആവശ്യമാണോ, നമ്മൾ ആദ്യം സമീപിക്കേണ്ടത് പോലീസിനെയാണ്. പ്രശ്നമാണെങ്കിൽ തന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾക്ക് ഈ പോലീസേ ഉള്ളൂ. ഒരു പ്രശ്നം വന്നാ ഞങ്ങൾ ഇനി എത്ര കുഴപ്പക്കാരാണ്, മോശമാണെന്നൊക്കെ നിങ്ങൾ പറഞ്ഞോ, നിങ്ങൾക്കൊരു ആവശ്യം വരുമ്പോൾ ഞങ്ങളേ ഉള്ളൂ. ഞങ്ങൾ ഉറക്കമൊഴിച്ച് നിങ്ങളുടെ എത്ര ആവശ്യങ്ങൾ സാധിപ്പിക്കുന്നുണ്ടെന്ന് നിങ്ങൾ അംഗീകരിക്കണം. ഒരിക്കലും പോലീസുകാരെ അങ്ങനെ തരം താഴ്ത്തി സംസാരിച്ചതല്ല. നിങ്ങളൊരു സൈന്യത്തെ കൂട്ടി പോയാലേ പോലീസ് സ്റ്റേഷനിൽ പോകാൻ പറ്റുള്ളൂ. ഞാനും എൻ്റെ അമ്മയും ഒറ്റയ്ക്കാന്ന് പറഞ്ഞതിനോടാണ് എനിക്ക് വിയോജിപ്പ്. അങ്ങനെ ഒറ്റയ്ക്കുള്ളവർക്ക് വേണ്ടിയാ പോലീസ്. അല്ല, പോലീസുകാർ വേണം നിങ്ങളുടെ വീട്ടിൽ വന്ന് മൊഴിയെടുക്കുന്ന സംവിധാനമുണ്ട്. അതുപോലെ തന്നെ ജസ്റ്റ് നെറ്റിൽ നിങ്ങൾക്ക് DGPനെ ബന്ധപ്പെടാം, അല്ലെങ്കിൽ മൊബൈൽ അലേർട്ട് ഉണ്ട്. എൻ്റെ ഒരു സുഹൃത്ത്, എനിക്കറിയാവുന്ന അടുത്തിരിക്കുന്ന ഒരു സുഹൃത്ത് ഇതുവരെ അവസ്ഥ പറ്റിയതാണ്. ഈ പുള്ളിയുടെ ഒരേ ഒരു മോളെ ഉണ്ടായിരുന്നു. ഇതുപോലെ തന്നെ +2 പഠിക്കുന്ന വിദ്യാർത്ഥി. ഒരു ദിവസം അദ്ദേഹം ഷോപ്പിൽ പോയിട്ട് വീട്ടിൽ വന്നപ്പോഴത്തേനും പെൺകുച്ചി വീട്ടിൽ തൂങ്ങി നിൽക്കുന്നു. ഇതാണ് അവസ്ഥ ഉണ്ടായത്. ഒരു 2 മാസമേ ഉള്ളൂ ഈ അവസ്ഥ. കാര്യം എന്താ വെച്ചാൽ പിന്നീട് അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴേ അറിയുന്ന സ്കൂളിൽ ഒരു ചെറുക്കനുമായിട്ട് പ്രണയത്തിലായിരുന്നു. ഈ ചെറുക്കൻ എന്തോ ഒരു മെസ്സേജ് അവളെ ഫോട്ടോ എടുത്തിട്ട് മോർഫ് ചെയ്ത് എന്തോ ഇട്ടു. അതിൽ മനം നൊന്ന് പുള്ളിക്കാരി ആത്മഹത്യ ചെയ്തു. കേസൊക്കെ നടക്കുന്നു. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ ഒരു ആളെയും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. പിന്നീട് ഇതിൽ വന്നൊരു പ്രഷറിലായിരിക്കണം പിറ്റേ ദിവസം ആ ചെറുക്കൻ കൈ മുറിച്ച് ഹോസ്പിറ്റലിൽ. ആ കുട്ടി പോലീസ് സ്റ്റേഷനിൽ ഇപ്പൊ ഈ കുട്ടി പറഞ്ഞ സ്ഥിതി തന്നെയാണ്. പോലീസിന്റെ ഇടപെടലിന്റെ അവയർനെസ് നമ്മുടെ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ എങ്ങനെ ഈ ഉപയോഗിക്കണം എന്നുള്ളതിനെ പറ്റി അവയർനെസ് നമ്മുടെ കുട്ടികൾക്കില്ല. ഇത് തന്നെയല്ല ഭൂരിഭാഗം പേർക്ക്, കാര്യം പ്രായമായ ഒരു മനുഷ്യന് പോലും ഇത് എങ്ങനെ ഉപയോഗിക്കണം അറിയത്തില്ല. ഇന്നത്തെ സാമൂഹിക സാഹചര്യം അനുസരിച്ച് ഒരു പക്ഷേ ആ കുട്ടി പറഞ്ഞതിനകത്ത് ഒരു കാരണവശാലും അതിനെ കുറ്റപ്പെടുത്താനായിട്ട് സാധ്യമല്ല. കാരണം ആ കുട്ടി ഇതിന്റെ പ്രശ്നം മറ്റൊന്നായിരിക്കും. എന്തിന് പോലീസ് സ്റ്റേഷനിൽ പോയി, ഇത് 10 ആൾ കണ്ടു, എന്താണ് അതിനെ സംബന്ധിച്ചുള്ള ഒരു ചെറുപ്പക്കാരിയായ പെൺകുട്ടി നിരന്തരമായിട്ട് പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുന്നു. നമുക്കറിയാം ഇപ്പം പണ്ടത്തെക്കാൾ ഒരുപാട് പോലീസ് സ്റ്റേഷനുകൾ മാറ്റം വന്നിട്ടുണ്ട്. സ്ത്രീകൾക്കും സാധാരണക്കാർക്കും കടന്നു ചെല്ലാനായിട്ടുള്ള ഒത്തിരി സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനുള്ള പരിമിതികൾ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. പോലീസ് നമുക്ക് സംരക്ഷണം തന്നില്ല. പക്ഷെ പോലീസ് സ്റ്റേഷനിൽ പോകാൻ പോയാൽ നമ്മളെ കുറ്റപ്പെടുത്തുന്ന സമൂഹം, അവര് നമുക്ക് സംരക്ഷണം തരൂ? ഒരൊറ്റ ചോദ്യം. സോഷ്യൽ മീഡിയക്ക് പോണ്ട, നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോണ്ട. ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വിളിച്ചിട്ട് എൻ്റെ മൊഴി എടുക്കാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വീട്ടിൽ വരേണ്ടത് എൻ്റെ അവകാശമാണ്, എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ മൊഴി എടുക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ട് അത് നിഷേധിക്കപ്പെട്ടെങ്കിൽ ആ പോലീസുകാരനെതിരെ നിങ്ങൾക്ക് നടപടി എടുക്കാം. അപ്പോൾ ഒന്നത്. രണ്ടാമത്തെ കാര്യം, ഏതെങ്കിലും ഒറ്റപ്പെട്ട ഒരു സംഭവത്തിൽ, ഞാൻ പറയുന്നില്ല നമ്മുടെ പോലീസുകാരെല്ലാവരും മിടുക്കരും ഒക്കെയാണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. കാരണം എന്താണ്, നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം തന്നെയാണ് പോലീസ് എന്ന് പറയുന്നത്. ഈ സമൂഹത്തിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ് പോലീസ്. പോലീസ് എന്ന് പറയുന്ന ഒരു സംവിധാനം മാത്രം ഈ സമൂഹത്തിൽ നിന്ന് ഭിന്നമായി പുറത്തുനിന്ന് വന്നതല്ല. നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാ നെഗറ്റീവ് ടെൻഡൻസീസിനെയും വളരെ പരിമിതമായ തോതിൽ ഒരുപക്ഷെ പോലീസിലും കണ്ടേക്കാം. ഞങ്ങളത് ഇല്ലാതാക്കാൻ വേണ്ടി അനവരതം പ്രയത്നിക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദത്തിൽപ്പെടുന്ന ആളുകളാണ്. അങ്ങനെയുള്ള ഞങ്ങളിൽ ആരോടെങ്കിലും നിങ്ങൾക്കൊരു വാക്ക് പറയാമായിരുന്നില്ല എൻ്റെ സഹോദരി, ഞങ്ങളെ എങ്ങനെ ഉപദ്രവിച്ച്, ഇതിന് പറയുന്നത് സൈബർ സ്റ്റോക്കിംഗ് എന്ന് പറയുന്ന കുറ്റകൃത്യമാണ്. ഇത് സൈബർ സ്റ്റോക്കിംഗ് ആണ്. ഇതിന് യഥാർത്ഥത്തിൽ നേരത്തെ അദ്ദേഹം പറഞ്ഞ കാര്യം ഒരു ചെറിയ എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെട്ടില്ല. കാരണം ഞങ്ങൾ നിയമത്തിൻ്റെ ഉപകരണങ്ങളാണ്. നിയമമില്ലാതെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നിയമം വേണം എന്നുള്ളത് ശഠിക്കേണ്ടത് ആരാണ്? പോലീസ് ഉദ്യോഗസ്ഥരല്ല, നിങ്ങളിൽ ഓരോരുത്തരാണ്. ഇവിടെ ഉള്ള ഓരോ നിയമം ഉണ്ടായിട്ടുള്ളത് സാമൂഹ്യമായിട്ടുള്ള പശ്ചാത്തലത്തിന്റെ നിർബന്ധങ്ങൾ കൊണ്ടാണ്. ശ്രീമാൻ ശ്രീജിത്തിന് നിങ്ങളൊരു കംപ്ലൈന്റ് അയക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ കോപ്പി DGP കൂടെ അല്ല, CC പാർട്ടികളല്ലേ നിങ്ങൾക്ക് ഈ നാട്ടിലെ എല്ലാ പോലീസ് സംവിധാനത്തിലും നിങ്ങൾക്ക് ഇടപെടാം.
അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾ IT പിള്ളേർ നിങ്ങളിപ്പം നടന്നു വരും. ഈയിടയ്ക്ക് ഞാനൊരു വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ ഡ്രൈവർ പെട്ടെന്ന് വണ്ടി ഇങ്ങനെ സ്ലോ ചെയ്തു. ഞാൻ ചോദിച്ചു എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഒരു കുട്ടി മൊബൈലിൽ ഇങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ട് വരുന്നുണ്ടെന്ന്. കാരണം ആ കുട്ടി വന്ന് വണ്ടിയുടെ മുന്നിൽ കയറുമെന്ന ഇയാടെ പേടി. അതുകൊണ്ട് പുള്ളി അങ്ങ് സ്ലോ ചെയ്തു. പുള്ളി പറയുന്നത് ഇതങ്ങ് പോട്ടെ എന്നുള്ള ലൈൻ. നിങ്ങൾ കേരള പോലീസിന്റെ വെബ്സൈറ്റിൽ പോയിട്ട് അവിടെയുള്ള എല്ലാ ഉദ്യോഗസ്ഥരും ഓരോ പോലീസ് സ്റ്റേഷനിലെ SI മുതൽ DGP വരെയുള്ളവരുടെ മെയിൽ ID അതിനകത്തുണ്ട്, എൻ്റെ ഉണ്ട്. നിങ്ങൾ അതിനകത്തോട്ടൊക്കെ ഒരു CC വെച്ചങ്ങ് 25 ഞാൻ ചോദിച്ചോട്ടെ സാർ, എത്ര പേർക്ക്, എത്ര പെൺകുട്ടികൾക്ക്, എത്ര വർക്ക് ചെയ്യുന്ന എത്ര ചെറുപ്പക്കാർക്ക് ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അറിയാം? ഞാനിത് ചെയ്യണം, ഞാൻ CC അയക്കണം. നമ്മള് സൈബർ അവയർനെസ് ശരിക്കും പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതല്ല, ഈ വീട്ടമ്മമാരൊക്കെ ഇങ്ങനെ നോക്കുകയും ചാറ്റ് ചെയ്യുകയും ഫോട്ടോ അയച്ചു കൊടുക്കുകയും ചെയ്യുന്നത് അവർ വിചാരിക്കുന്നത് ഇത് വളരെ സ്വകാര്യമായിട്ടുള്ളൊരു ചാറ്റിംഗ് ആണെന്നാണ് വിചാരിക്കുന്നത്. ഇങ്ങനെയുള്ളൊരു അവയർനെസ് സ്വകാര്യമല്ല, നമ്മളൊരു ജംഗ്ഷനിൽ നിൽക്കുന്നത് പോലെ സുതാര്യമാണ് നമ്മൾ ഇതിനകത്തൊക്കെ കയറുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു അവയർനെസ് കൊടുക്കണം. അതുപോലെ എനിക്കൊന്ന് നമ്മൾ നേരത്തെ പറഞ്ഞൊരു പ്രശ്നമാണ്, അതായത് കൂടെ താമസിക്കുന്ന ആളിനേക്കാളും താങ്കളുടെ പ്രശ്നങ്ങൾ മനസ്സിലാകുന്നത് ഒരു 10,000 കിലോമീറ്റർ അകലെ ഇരിക്കുന്ന ഒരാളാണെന്ന് മനസ്സിലായി. സ്നേഹം കൊണ്ടൊക്കെ മനസ്സങ്ങ് വെമ്പുമല്ലോ. ഈ വെമ്പുന്ന സമയത്താണ് ഈ എടുത്തിയാട്ടം. ഒരു ബോധവൽക്കരണം ഉണ്ടെങ്കിൽ കുറച്ച് മാറി കിട്ടും. സ്ത്രീകളും ഇത് എന്റർടൈൻ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാര്യം എൻ്റെ ഒരു സുഹൃത്ത്, ഒരു മണ്ടൻ കവിയായ കലേഷ്, ഒരു കവിത എഴുതി ഫേസ്ബുക്കിൽ ഇട്ടപ്പോൾ 3 പേരാണ് ലൈക്ക് ചെയ്തത്. ഗതി കെട്ടിട്ട് ഇയാൾ പേര് മാറ്റി കനകാമ്മ എന്നൊരു പേരിട്ട്, കനകാദേവി എന്തോ. 3000 ലൈക്കാണ് ഒറ്റ ദിവസം കൊണ്ട് അടിച്ചു കയറിയത്. ഇയാൾ ഞെട്ടിപ്പോയി. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ അപ്പൊ എന്തുകൊണ്ടാണ് മുൻപ് പല സ്ത്രീകളും എന്റർടൈൻ ചെയ്തതിന്റെ ഭാഗമായിട്ട് ഇയാൾക്ക് ഇത് മനസ്സിലായതുകൊണ്ട് ഇയാൾ ഇട്ടതാണ്. ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളാണ്. ബസ്സിൽ എൻ്റെ അടുത്തിരുന്ന് പലപ്പോഴും യാത്ര ചെയ്യുന്ന ആളുകൾ, അവരെല്ലാം അവരോട് സംസാരിക്കാൻ പറ്റില്ല. അവരുടെ എല്ലാം കയ്യിലും മൊബൈലും ഫോണും അതിന് നെറ്റിനകത്താണ്. അപ്പോൾ ഞാൻ ഇത് ബസ്സിൽ കയറിയത് ഉപയോഗിക്കാറില്ല. നെറ്റിൽ വളരെ അപൂർവമായിട്ട് മാത്രം കയറുന്ന ആളാണ്. ഒരു ദിവസം ഞാൻ വീട്ടിൽ വന്ന് കമ്പ്യൂട്ടറിൽ നോക്കുമ്പോൾ ഫ്രണ്ട് റിക്വസ്റ്റ് കിടക്കുകയാണ്, ഫ്രണ്ട്സ് റിക്വസ്റ്റുകൾ. ഇതെല്ലാം എന്നോടൊപ്പം യാത്ര ചെയ്യുന്ന, ഒരുപക്ഷെ എൻ്റെ കൂടെ ഇരുന്ന് യാത്ര ചെയ്യുന്ന ആളുകളാണ്. ഞാൻ അവരോടൊക്കെ അടുത്ത ദിവസം ബസ്സിൽ കയറിപ്പിച്ചു, നിങ്ങൾ എന്തിനാ ഇത്, നമ്മൾ അടുത്തിരിക്കുന്ന ആളുകളല്ലേ, നിങ്ങളൊന്ന് ഒരു വാക്ക് സംസാരിക്കാൻ, എന്നോട് സംസാരിക്കാൻ കഴിയാം നിങ്ങൾക്ക് ഞാൻ എങ്ങനെ ഇത് നിങ്ങളുടെ അഭ്യർത്ഥന ഞാൻ സ്വീകരിക്കുന്നത്. അപ്പോൾ അത്രമാത്രം നമ്മൾ മാറിയിരിക്കുന്നു. നമ്മൾ തൊട്ടടുത്ത് താമസിക്കുന്ന ആളുകളെ അറിയാൻ കഴിയും. ഇപ്പൊ ജനമൈത്രി പോലും 2ാം നിലയിൽ ഇരുന്ന് പഠിക്കുന്ന, അല്ലെങ്കിൽ പഠിക്കുന്നതെന്ന് നമ്മൾ വിചാരിക്കുന്ന മകനെ വിളിക്കുന്ന സാങ്കേതിക സാധ്യതയാ. കാര്യം അവനെ ശല്യപ്പെടുത്താതെ തന്നെ വിളിക്കുക. ഓക്കെ, പറഞ്ഞോളൂ. ഇതങ്ങ് ചാറ്റിംഗ് അങ്ങ് നിശേഷം അങ്ങ് ബന്ദ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയൊന്നും പറ്റത്തില്ല. അതൊക്കെ നമ്മൾ ഈ 70% ചിന്തയാണ്. അടിസ്ഥാനപരമായി നമ്മുടെ ഈ കൾച്ചർ വീണ്ടെടുക്കാതെ ഈ കാര്യങ്ങൾക്ക് ഒരു മാറ്റമുണ്ടാവില്ല. എത്രമാത്രം ഇത് വികസിക്കത്തോളത്തോളം ഒരു കുന്നിൻ്റെ കുഴിയുണ്ടെന്ന് പറഞ്ഞതുപോലെ ഇത് നമ്മൾ അനുഭവിക്കേണ്ടിയിരിക്കും. അത് മാറണമെങ്കിൽ അടിസ്ഥാനപരമായി നമ്മുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കേരളത്തിലെ ഹോസ്റ്റലുകളിൽ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് പറയാനുള്ള കാര്യത്തിൽ, ഹോസ്റ്റലുകളിൽ രക്ഷകർത്താക്കളെ ഹോസ്റ്റലിലാക്കിയിട്ട് മടങ്ങിപ്പോരുമ്പോൾ ഒരു മൊബൈൽ ഫോൺ കൊടുക്കും. ആ മൊബൈൽ ഫോൺ വൈകിട്ട് 6 മണിക്ക് ആ കുട്ടിയുടെ കൈ കിട്ടും. 6 മണിക്ക് അത് ഉപയോഗിച്ച് കഴിഞ്ഞ് വീട്ടിലേക്കൊക്കെ വിളിച്ച് 8 മണിയാകുമ്പോൾ തിരികെ കൊണ്ട് കൊടുക്കണം. പലരും തിരികെ കൊണ്ട് കൊടുക്കും. പക്ഷേ ഇവരുടെ എല്ലാം കയ്യിൽ മറ്റൊരു ഫോണുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് ഞാൻ നേരിട്ട് മനസ്സിലാക്കിയ കാര്യമാണ്. പറയുന്നത് 100% തെറ്റാണ്. ഞാനൊരു ഹോസ്റ്റൽ വാർഡനാണ്, വെൽകെയർ കോളേജ് ഓഫ് ഞാൻ തെളിവ് തരാം. തെളിവ് എന്ത് പറഞ്ഞോളൂ, അത് റോങ് ആയിട്ട് യൂസ് ചെയ്യുന്നവരുടെ ഭാഗമായിട്ടായിരിക്കും. എന്റെ കൂട്ടത്തില് 164 സ്റ്റുഡൻസ് ഉള്ള ഹോസ്റ്റലാണ്. അതും ഒരു ബാച്ച് പുറത്തേക്ക് പോയി, അടുത്ത ബാച്ച് 200 പേരായിരുന്നു. അതിലൊരു ബാച്ച് 4th ഇയേഴ്സ് പുറത്തേക്ക് പോയി, അടുത്ത BSc നഴ്സിംഗ് ഫോണ് 4 അവർ വരുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ കൊണ്ട് ഏൽപ്പിക്കണം. അവർക്ക് ഫോൺ കൊടുക്കുന്നില്ല. ഫോൺ കൊടുക്കുന്നില്ല, ഫോൺ ഇല്ല അവർക്ക്. ഞങ്ങളുടെ കുട്ടി, നിങ്ങളെല്ലാം ഈ ഫോണിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴും ഞാനിരുന്ന് ചിരിച്ച അപ്പോഴാണ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ കുട്ടികൾ ആരും തന്നെ ഫോൺ ഉപയോഗിക്കുന്നില്ല. ഇല്ല, അവരെന്നോട് ഒരു മിനിറ്റ്, എനിക്ക് കുറച്ച് വിശദമായിട്ട് നിങ്ങളിപ്പോ സംസാരിച്ചപ്പോഴും ഇതിനെ കുറിച്ച് തന്നെയാ സംസാരിക്കാനുള്ളത്. ഞായറാഴ്ച ദിവസം TV ഉണ്ട്. അല്ലല്ല, ഇവര് 4 മണിക്ക് ഈ പുള്ളിക്കാരൻ, എനിക്കറിയത്തില്ല, ചമ്പക്കര പറഞ്ഞു ഇങ്ങനെ ഫോൺ ഉപയോഗിക്കണ്ട. ഇവർ 4 മണിക്ക് വീട്ടിൽ പോയിട്ട് ഫ്രൈഡേ വൈകുന്നേരം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സൺഡേ ഈവനിങ് അവരെത്തും. എത്തുന്ന സെക്കൻഡിൽ ഞാൻ താഴെ കാണില്ല, ഹോസ്റ്റൽ വാർഡൻ്റെ ഓഫീസ് റൂമിൽ കാണാറില്ല. എൻ്റെ റൂമിൽ കൊണ്ടുവന്ന് അവിടെ ഫോൺ വെച്ചിട്ട് അവർ എന്നോട് ചോദിക്കും, ഇവിടെ നിന്ന് ഞങ്ങളൊന്ന് വിളിച്ച് പറഞ്ഞോട്ടെ ഞങ്ങൾ ഇവിടെ എത്തി എന്നുള്ളതെന്ന്. പേരൻസിൻ്റെ കോപ്പറേഷനും ഉണ്ട് അതിൽ. അവർ കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ അത് തരും. തന്നതിന് ശേഷമാണ് പിന്നെ ഞങ്ങളുടെ ഹോസ്റ്റലിൽ TV ഉണ്ട്. TV കേടായി കഴിയുമ്പം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവർ ചോദിക്കും, ഞങ്ങളൊരു അപ്പോൾ ഇവരുടെയൊക്കെ സെല്ലിൽ ഇവരെന്നോട് എല്ലാ കാര്യം, ഞാൻ ഇവരുടെ എല്ലാ സെല്ലും ഫോണും ചെക്ക് ചെയ്യാറുണ്ട്. അവർ പറയും ഞങ്ങളൊന്ന് സിനിമ കണ്ടോട്ടെ എന്ന് ചോദിക്കും.
ജെയിംസ് ആൻഡ് ആലീസ് കാണണമെന്ന് പറഞ്ഞു. ഞാനിട്ട് എൻ്റെ റൂമിലിട്ട് ആ സെല്ല് അവിടെ വെച്ചിട്ട് ഞാൻ ഈ കുട്ടികൾക്കെല്ലാം കൊടുത്തിട്ടുള്ളതാണ്. അങ്ങനെ പറയുന്നത് 100% തെറ്റാണ്. 100% പറയാൻ പാടില്ല. 100% എന്ന് പറയാൻ പാടില്ല. ഞാനൊരു കാര്യം പറയാം. കാരണം ഹോസ്റ്റലിൽ കുറച്ച് ദിവസം അല്ലെങ്കിൽ കുറച്ച് നാൾ താമസിക്കുന്ന കാലഘട്ടത്തിൽ ഇവരെ ഇങ്ങനെ ഒരു പീഡന ഇതുപോലെ ഇങ്ങനെ പിടിച്ചിരുത്തിയിട്ടൊന്നും ഇവരുടെ സ്വഭാവത്തിൽ ഒരു ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ച് ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അവർക്ക് 1 മിനിറ്റ് കിട്ടിയാൽ മതി സാർ. 1 മിനിറ്റ് കിട്ടിയാൽ മതി. അവർക്ക് അത് ദുർവിനിയോഗം ചെയ്യുവാനായിട്ട് 1 മിനിറ്റ് കിട്ടിയാൽ മതി. അങ്ങനെ ഒരു കുറച്ച് കാലഘട്ടത്തിൽ പിടിച്ചു നിർത്തിയിട്ടൊന്നും ആരെയും ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. വലിയൊരു കാര്യം. പക്ഷെ എനിക്ക് ഹോസ്റ്റലിന്റെ പേര് ഇപ്പൊ പറയാൻ പറ്റില്ല. തിരുവനന്തപുരം ജില്ലയിലുള്ള ഒരു ഹോസ്റ്റലും അതിനടുത്ത് ഉള്ള ഒരു ഹോസ്റ്റലും. അത് ഏത് ഹോസ്റ്റലാന്ന് പറഞ്ഞപ്പോ എനിക്ക് എല്ലാം പറയേണ്ടി വരും. ആ ഹോസ്റ്റലിൽ താങ്കൾ ചിലപ്പോൾ 100% എന്ന് പറയരുത്. കുട്ടികൾ ഒരു ഫോൺ ഉപയോഗിക്കുകയും മറ്റേ ഫോൺ പല പല പാർട്സ് ആക്കി അവിടെ സൂക്ഷിക്കും. ഓരോരുത്തർക്കും അറിയാം എവിടെയാണ് സൂക്ഷിക്കുന്നത്. ഈ അടുത്ത കാലത്ത് സ്കൂളിലെ കുട്ടികൾ ക്ലാസ് മുറിയിൽ ആത്മഹത്യ ചെയ്തു. അവരുടെ ഈ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു. അവരുടെ മൊബൈൽ ഫോൺ ഒരിക്കൽ പോലും അവർ വീട്ടുകാർ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. പിന്നെ എങ്ങനെ അവരുടെ മൊബൈൽ ഫോൺ ഉണ്ടായി എന്നതുപോലെ തന്നെ ഇന്ന് ഹോസ്റ്റലുകളിൽ അവർ വീട്ടുകാർ വാങ്ങിച്ചു കൊടുക്കുന്ന രക്ഷകർത്താക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന ഫോൺ കൃത്യമായി അവർ ഹോസ്റ്റലിൽ വാർഡനെ ഞാനും ഇങ്ങനെ ഹോസ്റ്റലിലൊക്കെ തന്നെയാണ് നിന്നിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ മാഡം പറഞ്ഞ പോലെയല്ല, ഫോണിന്റെ ഒരു സ്പെയർ എല്ലാവരുടെയും കയ്യിലുണ്ടാവും. അത് ഓരോ പാർട്സ് ആയിട്ട് എവിടെയെങ്കിലും ഒക്കെ സത്യം പറഞ്ഞോ എന്റെ മാഡം നമ്മുടെ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് ജീവിക്കുന്നത്. ഇതാണ് യാഥാർത്ഥ്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഓരോ ഹോസ്റ്റലിലെ ഓരോ പേഴ്സണിന്റെയും ആറ്റിറ്റ്യൂഡിനെ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത്. ഇപ്പൊ നമുക്കൊരു ഇമോഷണൽ മെച്യൂരിറ്റി ഉണ്ട്, എനിക്ക് പഠിക്കേണ്ട സമയമാണ്, എനിക്ക് പഠിക്കണം. അത് ഫോൺ യൂസ് ചെയ്ത് അത് മിസ്യൂസ് ചെയ്ത് കളയാൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ ഞാൻ പറയുന്നില്ല. അതാ പറഞ്ഞത്, ഒരു ഇമോഷണൽ മെച്യൂരിറ്റി നമുക്ക് തന്നെ വേണം. അത് നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടതാ. ഇപ്പൊ എല്ലാവർക്കും ഒരു സ്പെയർ ഫോൺ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം എന്നുള്ളത് അത് ഈ പറഞ്ഞ ഹോസ്റ്റലില് സിറ്റുവേഷൻ വേഴ്സ് ആയി എന്ന് വെച്ചാൽ അതിന്റെ അടുത്ത് തന്നെ ബോയ്സ് ഹോസ്റ്റലും ഉണ്ടായിരുന്നു. അവസാനം അവിടുത്തെ വാർഡന് വീട്ടിൽ പോവാൻ പറ്റാതായി. വാർഡൻ പ്രശ്നമായി. അവസാനം വാർഡൻ ആ പെൺകുട്ടികളിൽ ആരെങ്കിലും പ്രഗ്നന്റ് ആയോ, ഞാനിനി ഇവരുടെ അമ്മമാരോട് എന്ത് പറയും, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ വന്നു. അവസാനം ഇവരെന്ത് ചെയ്തു, ഈ 5 കുട്ടികൾക്കും ഇവിടെ ജോണ്ടിസ് ഉണ്ട്, ഒരു സാംക്രമിക രോഗം ചെയ്തിട്ടുണ്ട്, എല്ലാവരുടെയും യൂറിൻ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് 10ഓ 12ഓ കുട്ടികളെ വിളിച്ച് ടെസ്റ്റ് ചെയ്ത അവസരം വരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതൊരു പത്രവാർത്തയാക്കാനോ അതല്ലല്ലോ അതിന്റെ പരിഹാരം. അത്തരത്തിൽ മാനേജ് ചെയ്യേണ്ട അവസ്ഥ വരെ ഇന്നിവിടെ നിലനിൽക്കുന്നുണ്ട്. ചേച്ചി നന്നായി മാനേജ് ചെയ്യുന്നു, സന്തോഷം. പക്ഷെ വീട്ടിൽ പോകാതായി. വാർഡനായ ഞാൻ വീട്ടിൽ മാസത്തിൽ 4 പ്രാവശ്യം ഇടുക്കി അടിമാലി വരെ പോയിട്ട് വരുന്ന ഒരാളാണ്. അല്ലല്ല, ആ സമയത്ത് 1 മിനിറ്റ്, ആ സമയത്ത് ഈ എൻ്റെ കയ്യിലെ ഫോണും ആ കുട്ടിയുടെ ഫോണും കൊടുത്തേച്ചിട്ട് കല്യാണം കഴിഞ്ഞ കുട്ടികളും അവിടെ ഉണ്ടായിരുന്ന സമയം ആ കുട്ടികളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ വീട്ടിൽ പോയിട്ടുള്ളത്. നിങ്ങൾ ഒരു ഫോണും മേടിച്ച് പൂട്ടി വെക്കുന്ന ആവശ്യമില്ല. അവരുടെ കുടുംബത്തിൽ നിന്ന് തന്നെ നല്ല നിർദ്ദേശങ്ങൾ കൊടുത്ത് നല്ല രീതിയിൽ ബേസിക് ആയിട്ട് അവരെ വളർത്തി വിടുകയാണെങ്കിൽ ഇതുപോലുള്ള ഒരു റെസ്ട്രിക്ഷന്റെ ആവശ്യമില്ല. നല്ല രീതിയിൽ അവര് ഈ മൊബൈൽ യൂസ് എങ്ങനെ ചെയ്യണമെന്നുള്ള അവർക്ക് വീട്ടിൽ നിന്ന് ലഭിക്കും. ശിഥിലമാകുന്നു നിങ്ങൾ പറയുന്നു. ഒറ്റയ്ക്ക് നിന്നിട്ട് ഞാൻ ഈ മാസത്തിൽ ഒരിക്കലേ വീട്ടിൽ പോവാറുള്ളൂ. എന്റെ കുടുംബം ഒരിക്കലും ശിഥിലമായിട്ടില്ല. എന്റെ മിടുക്കും കൂടിയാണ്. 5 വർഷം ഞാൻ ഗവൺമെന്റ് ലോ കോളേജ് ഹോസ്റ്റലിൽ താമസിച്ച വ്യക്തിയാണ്. അവിടെ എന്ന് പറഞ്ഞാൽ ഫോണുകൾക്ക് യാതൊരു ലിമിറ്റേഷൻ, അതങ്ങനെ മേടിച്ചു വെക്കലോ കാര്യങ്ങളൊന്നുമില്ല. മിസ്യൂസ് ചെയ്യുന്നവർ ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മുടെ സെൽഫ് മാനേജ്മെന്റ് ഉള്ളവര് അത് വളരെ യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിച്ചിട്ടുമുണ്ട്. അത് ഓരോരുത്തരുടെ മെന്റൽ കപ്പാസിറ്റി അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്നത് രീതി അനുസരിച്ചാണ് അത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഫോൺ മേടിച്ചു വെച്ചാൽ എല്ലാവരും നല്ലതാകും, അല്ലെങ്കിൽ ഫോൺ റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ മോശക്കാരാകും. ഞാൻ ഇതിനു മുമ്പ് ഒരു ഹോസ്റ്റലിൽ നിന്നതാണ്. ഇതുവരെ എനിക്കൊരു ലിമിറ്റേഷൻ വന്നിട്ടില്ല. ഫോൺ എല്ലാവർക്കും യൂസ് ചെയ്യാം. വിത്ത് വൈഫൈ കണക്ഷനോടുകൂടി അന്ന് ഹോസ്റ്റൽ എനിക്ക് തന്നത്. അപ്പൊ ആ ഹോസ്റ്റലിന്റെ കാര്യം ഈ മാഡം പറഞ്ഞ പോലെ ആ വാർഡിന് ഒരിക്കലും ഹോസ്റ്റൽ ഫോണ് പിടിച്ചു വാങ്ങോ, അല്ലാതെ ഇതൊരു ലിമിറ്റേഷൻ വൈഫൈ ഓൺ ചെയ്തിട്ട് അവിടെ തന്നെ ഉണ്ടാവും. ഒരു ലിമിറ്റേഷൻ ഇല്ലാതെ വൈഫൈ രാത്രിയും പകലും വൈഫൈ ഫുൾ യൂസേജ് ആണ് അവിടെ. എങ്ങനെയായിരുന്നു മോളെ അവസ്ഥ അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ? അങ്ങനെയാണ് ഈ മാം നിലപാട് മാറ്റേണ്ട സമയമായി.
ഞാൻ രാവിലെ നോക്കുമ്പോൾ രാത്രി നോക്കുമ്പോൾ എല്ലാ കുട്ടികളും ആ ഫോൺ വെച്ചിട്ട് ഏതെങ്കിലും ഒരു സൈഡിൽ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ഒരു സൈഡിൽ ഇരുന്നിട്ട് വാട്സപ്പിലോ ഫേസ്ബുക്കിലോ ചാറ്റിംഗ് ആയിരിക്കും അവർ ഫുൾ ടൈം. ഞങ്ങൾ ഫ്രണ്ട്സ് റൂംമേറ്റ്സ് പോലും തമ്മിൽ സംസാരിക്കാനുള്ള ഒരു അവസരം അന്ന് ഹോസ്റ്റലിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ ആ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഇപ്പോൾ ഒരു പെയിൻ ഗസ്റ്റ് ആയിട്ടാണ് താമസിക്കുന്നത്. അവിടെ വൈഫൈ കണക്ഷനോ TV ഒന്നുമില്ല. ഞങ്ങൾ സെൽഫ് കുക്കിംഗ് ചെയ്ത് ഞങ്ങൾ ഒരു വിഷമവുമില്ല. ഞങ്ങൾ കിട്ടുന്ന സമയം പാരൻസിനെ വിളിക്കുക അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ വിളിച്ച് ഞങ്ങളുടെ ടൈം പോകുന്നുണ്ട്. ഞാനും ഹോസ്റ്റലിൽ താമസിക്കുന്ന ഒരാളാണ്. ഞങ്ങളുടെ ഹോസ്റ്റലിലും ഇതുപോലെ ഫോണിന് നിരോധനമോ ഒന്നുമില്ല. പക്ഷെ എങ്കിലും ഞങ്ങൾ മറ്റുള്ളവരോട് ഞങ്ങളുടെ ഹോസ്റ്റലിലുള്ള കുട്ടികളോട് സംസാരിക്കാനുള്ള സമയം ഞങ്ങൾ കണ്ടെത്താറുണ്ട്. അപ്പോൾ ഈ ഫോൺ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് ഫോണല്ല നമ്മളെ ഉപയോഗിക്കേണ്ടത്, നമ്മൾ ഫോണിനെയാണ് ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മളാണ്. അപ്പം ഇതെങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് ഞങ്ങൾക്ക് തീരുമാനിക്കാനുള്ള വിവേകമുണ്ടെങ്കിൽ, അറിവ് ഇന്ന് എല്ലാവർക്കും ഉണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഉണ്ട് സർ. ഞങ്ങളുടെ ഇടയിലും വിവേകമുള്ള ഒത്തിരി ആൾക്കാരുണ്ട്, വിവേകമില്ലാത്തവരുണ്ട്. അങ്ങനെയുള്ള ചെറിയൊരു മൈനോറിറ്റിയെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇവിടെയുള്ള ചർച്ചകൾ കംപ്ലീറ്റ് ആയിട്ട് നടക്കുന്നത്. പക്ഷെ ആ മൈനോറിറ്റി ഉണ്ടാക്കുന്ന പ്രശ്നം ലോകത്തിന് നിർത്തിക്കളയാവുന്ന രീതിയിൽ വ്യാപ്തി പ്രാപിക്കുന്നിടത്താണ് ഞങ്ങളുടെ ബുദ്ധിമുട്ട് വരുന്നത്. ബോംബ് നിർമ്മാണത്തിനും തീവ്രവാദ പ്രവർത്തനത്തിനും ഒക്കെ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്യാതെ പോയൊരു ഭാഗമാണത്. സോഷ്യൽ മീഡിയ ഭാഗമാക്കാവുന്ന മാത്രമല്ല ട്രാപ്പ് ചെയ്യപ്പെടുന്നു കുട്ടികളെ അതിനകത്ത്. തീർച്ചയായിട്ടും താങ്കൾ വിദേശത്തൊക്കെ പോയാൽ അവിടുത്തെ ഒരു അവസ്ഥ വിദേശത്തെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയായിരുന്നു? 7 കൊല്ലം ഇംഗ്ലണ്ടിലായിരുന്നു. ഇംഗ്ലണ്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതിയാക്കിയോ? മതിയാക്കിയതല്ല, അവിടെ കുഴപ്പങ്ങൾ പറഞ്ഞു. അവിടെ ഇവിടത്തെക്കാളും ഭേദമാണ് സംഭവങ്ങള്. ഇതിനേക്കാളും ബെറ്ററാണ്. സ്വാതന്ത്ര്യം ഇഷ്ടം പോലെയുണ്ട്, പക്ഷെ ഒരു ദുരുപയോഗവും ചെയ്യുന്നില്ല. ഇഷ്ടം പോലെ. കഴിഞ്ഞ ആഴ്ച ഉണ്ടായ ഒരു സംഭവം ഞാൻ പറയാം. കേരളപ്പിറവി ദിനത്തിൽ വിവേകത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു പയ്യൻ പാലക്കാട് നിന്ന് ഞങ്ങളുടെ അടുത്തുള്ള സ്ഥലം വരെ കടുത്തുരുത്തി വരെയും ഒരു ബൈക്ക് ഓടിച്ച് 200 കിലോമീറ്റർ വെറും 2 മണിക്കൂർ കൊണ്ട് ബൈക്ക് ഓടിച്ച് വന്നു. എന്നിട്ട് വൈകുന്നേരം ഒരു 7 മണിയായപ്പോൾ ഇങ്ങനെ കൈ കാണിച്ച് നിൽക്കുകയാണ്. വരുന്ന ഇരുചക്ര വാഹനങ്ങൾ എല്ലാ വണ്ടികളും നിർത്തി 500 രൂപ അല്ലെങ്കിൽ 200 രൂപ കൊടുക്കാൻ പറയുകയാണ്. കാരണം ചോദിച്ചപ്പോൾ അവൻ കാമുകിയെ തപ്പി ഒരു വീട്ടമ്മയെ തിരക്കി വന്നതാണ്. വീട്ടമ്മയുമായിട്ട് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ 2000 രൂപയിൽ 1000 രൂപയും കഴിഞ്ഞു സിനിമയും ഭക്ഷണം കഴിച്ചപ്പോൾ. ബാക്കി പൈസയ്ക്ക് രാത്രി എവിടെയെങ്കിലും പോയി തങ്ങി അല്ലെങ്കിൽ യാത്ര പോകാനായിട്ട് 1000 രൂപയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വിളിച്ച് പൈസ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം നാട്ടുകാരും എല്ലാവരും ഇടപെട്ടു. വീട്ടമ്മയെ വിളിച്ചു വരുത്തി. അപ്പോൾ വീട്ടമ്മയ്ക്ക് 36 വയസ്സ്, ഈ പയ്യന് വെറും 18 വയസ്സ്, ഇരട്ടിയിലേറെ പ്രായം. അപ്പോൾ 2 കൂട്ടരെയും വിളിച്ചു വരുത്തി, നിങ്ങളുടെ പദ്ധതി എന്താണ്? അപ്പോൾ 2 കൂട്ടരും പറഞ്ഞു, ഞങ്ങൾക്ക് വിവാഹം ചെയ്യാൻ പദ്ധതിയില്ല, ഇങ്ങനെ അങ്ങ് ഞങ്ങൾക്ക് ബന്ധപ്പെട്ടാൽ മതി, ഇങ്ങനെ അങ്ങ്. അപ്പോൾ ഈ ചാറ്റർജി ഇത്രയും ദൂരം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ചാറ്റ് ചെയ്യുന്ന ആള്. അതുകൊണ്ടാണ് ഞാൻ ചാറ്റർജി എന്ന് വിശേഷിപ്പിച്ചത്. ബംഗാളി പേരാണ് ചാറ്റർജി. ഞാൻ വിശേഷിപ്പിച്ചത് അതുകൊണ്ടാണ്. ഇത്രയും ദൂരം വന്നു. അപ്പോൾ എത്ര പേർക്ക് ബുദ്ധിമുട്ടുണ്ടായി. ആ റോഡിൽ കൂടി വന്ന് വാഹന ഗതാഗതം സ്തംഭിപ്പിച്ചു, റോഡിൽ വന്ന് പിരിവ് നടത്തി. അപ്പൊ ഇങ്ങനെയുള്ളൊരു രീതി വരുന്നത് ഭീകരമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം നമ്മൾ ശ്രദ്ധപ്പെട്ട ഒരു കാര്യമുണ്ട്, സ്പ്രേ ആണ്. വളരെ മനോഹരമായ സ്പ്രേ, കടയുടെ വാതിക്കൽ ഒരു സ്പ്രേ ഇരിക്കുന്നു. നമ്മൾ നോക്കി ഇതെന്താ, ഇത് പുതിയ സ്പ്രേ ആണ്, നല്ല നമ്മുടെ കാർട്ടൂൺ കഥാപാത്രത്തിൻ്റെ പടമൊക്കെ ഉള്ള. വേണേ നീ ഒന്ന് പരീക്ഷിച്ചോ. ഉടനെ കുട്ടി ചെല്ലുന്നു, അതെടുക്കുന്നു, അവനൊന്ന് കഷത്തിലടിച്ച് നോക്കുന്നു. ഒരു കാര്യം ചെയ്യും, വായിലൂടെ അടിച്ചോ, നല്ലതാണെന്ന് പറഞ്ഞു. വായിക്കകത്ത് സ്പ്രേ ചെയ്യുകയാണ്. അത് മയക്കുമരുന്നിൻ്റെ ഏറ്റവും പുതിയ ലോഞ്ചിങ് ആണ്. അതേപോലെ എനിക്ക് വളരെ അറിയാവുന്നൊരു കാര്യം, ഒരു സ്കൂളിലൊരു കുട്ടി, അവന് ഫോൺ വേണം, അവൻ ആഗ്രഹിക്കുന്നത്. കാരണം അവൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികളെല്ലാം അച്ഛൻ വിദേശത്ത്, അമ്മ വിദേശത്ത്, അങ്ങനെയുള്ള കുട്ടി അവൻ ഫോണുമായിട്ട് വരുന്നു, ഐഫോൺ കൊണ്ടുവരുന്നു, ടച്ച് ഫോൺ കൊണ്ടുവരുന്നു. അപ്പോൾ ഇവനും ആഗ്രഹം ഫോൺ. ഒരു ദിവസം ഈ പണക്കാരനായ കുട്ടി ഈ കുട്ടിയോട് പറയുക, നീ എൻ്റെ കയ്യിൽ ഫോണുണ്ട്, നീ ഇത് സൂക്ഷിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ നിനക്ക് വേണ്ട, എനിക്ക് വേറെ ഉണ്ട്, നീ ഇത് വെച്ചോ. ആ ഫോൺ സൂക്ഷിക്കുക, അവൻ്റെ സൂക്ഷിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, കുറച്ച് പൈസ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് എടാ വീട്ടിൽ അമ്മ അറിഞ്ഞ പ്രശ്നമാണ്, വലിയ മുത്തശ്ശിയുണ്ട്, അപ്പോൾ മുത്തശ്ശി അറിഞ്ഞ പ്രശ്നമുണ്ട്, നീ നിൻ്റെ വീട്ടിൽ സൂക്ഷിച്ചോളാൻ പറഞ്ഞു. പറഞ്ഞു വേണ്ട, പൈസയും കൊണ്ടൊന്നും എനിക്ക്, അല്ല നീ വീട്ടിൽ വെച്ചോ, കുഴപ്പമില്ല. കുറേ കാലമായിട്ട് ഈ പൈസ ഒന്നും തിരിച്ചു ചോദിച്ചില്ല. അപ്പോൾ ഇടയ്ക്ക് ഇവൻ പറഞ്ഞു, എടാ നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ എടുത്തോ, ഞാൻ ഇപ്പം എനിക്ക് വലിയ അത്യാവശ്യമൊന്നുമില്ല, അതുകൊണ്ട് നിനക്ക് വേണമെങ്കിൽ എടുത്തോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവന് നല്ലൊരു ഷൂ വാങ്ങിക്കണമെന്ന് തോന്നി. ഇവനൊരു ഷൂ വാങ്ങിച്ചു. അങ്ങനെ ആ പൈസ തീർന്നു എന്ന് തന്നെ പറയാം. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഇവൻ ചോദിക്കുക, എൻ്റെ പൈസ തിരിച്ചു തരാൻ പറഞ്ഞു. ഇവന് കൊടുക്കാൻ മാർഗ്ഗമില്ല. അപ്പം ഇവൻ വളരെ വിഷമിച്ചു. അപ്പം പറഞ്ഞു, നീ വിഷമിക്കേണ്ട, ഒരു കാര്യം ചെയ്യുന്നുണ്ട്, ഞാൻ തന്ന ഫോൺ ഇരിപ്പുണ്ടല്ലോ, നീ വേറൊന്നും ചെയ്യണ്ട, തൊട്ടടുത്ത വീട്ടിലെ ആരുടെയെങ്കിലും ഒരു കുളിസീൻ ചിത്രീകരിച്ചു കൊണ്ട് തന്നാൽ മതി. ഇവൻ ഒരാഴ്ചയോളം ഇതിനു വേണ്ടി കറങ്ങി നടന്നു, എവിടെ നിന്നെങ്കിലും ഇങ്ങനെ ഒരു സീൻ പിടിക്കാൻ വേണ്ടി. കാരണം പൈസ കൊടുക്കാനില്ല. ചുരുക്കി പറഞ്ഞാൽ വളരെ സങ്കടമുണ്ട് ഈ സഹൃദയ കേരളത്തോട് പറയാൻ, അവൻ സ്വന്തം സഹോദരിയുടെ കുളിസീൻ ചിത്രീകരിച്ച് കൊടുത്തു എന്നത് ചരിത്ര സത്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു ആഭിമുഖ്യം നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടായിരിക്കുന്നു.
നമ്മൾ ഈ ബന്ധങ്ങളെ നമ്മൾ മറന്നിരിക്കുന്നു. അപ്പം ആ ബന്ധങ്ങളുടെ തീവ്രതയും തീഷ്ണതയും വർദ്ധിപ്പിച്ചെങ്കിൽ മാത്രമേ ഇതിനകത്ത് നമ്മൾ കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ കുറ്റങ്ങളെ നിർവചനം നടത്താൻ കഴിയും. സോഷ്യൽ മീഡിയയും മൊബൈൽ ഫോണും ഇല്ലാതെ വളർന്നു വന്നൊരു കാലഘട്ടത്തിൽ വന്നതാണ്. പക്ഷെ നമ്മൾ ഇനി വരുന്ന പിള്ളേരോട് ഇത് യൂസ് ചെയ്യരുതെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് അവരോട് ആദ്യമേ ചെറുത്, എൻ്റെ മോൾക്ക് 5 വയസ്സേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഇപ്പോഴേ ആ ഒരു പ്രായത്തിൽ ആൾ വാട്സപ്പ് നമ്മൾ യൂസ് ചെയ്യണ കാണുമ്പോൾ ജസ്റ്റ് നോക്കാറുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇങ്ങനെ യൂസ് ചെയ്യാവുള്ളൂ. അതുപോലെ വലിയ കുട്ടികളാണെങ്കിൽ അച്ഛനമ്മമാർക്ക് അതിനോടുള്ള നോളജ് ഉണ്ടെങ്കിൽ, അവർക്ക് അവയർനെസ് ഉണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതുപോലെ ഈ നൈജീരിയ സ്കാമിന്റെ കാര്യം നമ്മളെ അറിയേണ്ട ഒരു കാര്യം അറിയോ, നമുക്കുള്ള ഈ മൊബൈൽ ഫോൺ ബോധത്തെക്കാളും 5 വയസ്സുകാർക്ക് അതിലും കൂടുതലുണ്ട്. ഈ നമ്മൾ ചില ആൾക്കാർ കീബോർഡ് ഇങ്ങനെ വായിക്കും, ഇപ്പോഴത്തെ പിള്ളേർ ഇങ്ങനെ വായിക്കും എന്ന് പറയുന്ന കാലം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല മാഡം. അവർക്ക് അവയർനെസ് കൊടുക്കാം. അവർക്ക് അവയർനെസ് ഇല്ലാത്തതുകൊണ്ടാണോ ഈ പ്രശ്നം? ഈ ചേട്ടന്മാരൊക്കെ പറഞ്ഞു കേട്ടില്ലേ? കാര്യമായൊരു തെറ്റുണ്ട്. ഇപ്പൊ അങ്ങ് പറഞ്ഞ കാര്യമായൊരു തെറ്റുണ്ട്. നമുക്കുള്ളതിനേക്കാളും ബോധം കുട്ടികൾക്കുണ്ടെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ കുട്ടികൾക്കുള്ള ബോധത്തെക്കാളും കൂടുതൽ ബോധം ഉണ്ടാവുന്നുണ്ട് നമുക്ക് ബോധമില്ലായ്മയാണ് ഉണ്ടാവുന്നത്. അതിന് ഇതുപോലെയുള്ള പരിപാടികളുടെ പ്രസക്തി ഇവിടെ ആവശ്യമാണ്. ഇതിന്റെ റെമഡിയൽ മെഷേഴ്സ് ആലോചിക്കുക. റെമഡിയൽ മെഷേഴ്സ് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പൊ പ്രായോഗികമായിട്ട് ചിന്തിക്കേണ്ടത്. അരമണിക്കൂർ ചാറ്റ് ചെയ്യുന്ന നമ്മളൊരു 10 മിനിറ്റ് നമ്മൾ വീട്ടിൽ സംസാരിക്കും. നമ്മളൊരു സ്വയം ചിന്തിച്ചാൽ മതി. നമ്മൾ മാതാപിതാക്കൾ, മക്കൾ പണ്ട് തീന്മേശയ്ക്ക് ചുറ്റുമിരിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് മുമ്പ് നമ്മളൊരു 10 മിനിറ്റ് സംസാരിച്ചിരുന്നു. ഇന്ന് ഏതെങ്കിലും വീട്ടിൽ മാതാപിതാക്കളും മക്കളും എല്ലാ ദിവസവും 10 മിനിറ്റ് ഞാനും നിങ്ങളും ഉൾപ്പെടെ ഉള്ളവർ സംസാരിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ജോലി വിദേശ രാജ്യങ്ങളിലൊക്കെ 10 മാസം ജോലി ചെയ്താൽ 2 മാസം വിശ്രമമുണ്ട്. കാരണം അവർ മറ്റ് രാജ്യങ്ങൾ സന്ദർശിക്കുന്നു, അവർ ചാർജ് ആകുന്നു. ഇവിടെ നമ്മൾ ജോലി എന്ന രീതിയിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ, തിരക്കായി കഴിഞ്ഞപ്പോൾ കുടുംബ ബന്ധങ്ങളിൽ സംസാരങ്ങൾ ഇല്ലാതായിരിക്കുന്നു. അതാണ് ഒരു കാരണം. അപ്പോൾ ഒരു കൂട്ടുകാരൻ ചാറ്റ് ചെയ്യുന്നു, ഭാര്യ മറ്റുള്ളവർ ചാറ്റ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ ആവായിരിക്കും. പക്ഷെ അതിനൊക്കെ ഒരു കാരണത്തിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? ഒരു IG അദ്ദേഹം പറഞ്ഞു, ചാനൽ വഴി ഒരു അവബോധ വേണമെങ്കിൽ നടത്താവുന്ന കാര്യമുള്ളൂ. കാരണം ഇത് ഈ കാര്യം സംബന്ധിച്ച് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും സൈക്കോളജി ഏതെങ്കിലും വിഭാഗത്തിൽപ്പെട്ടവരോ ഒരു പരമ്പര തന്നെ ആരംഭിച്ചാൽ ഈ കാര്യങ്ങൾക്ക് കുറേ മാറ്റം ഉണ്ടാകും. ഒത്തിരി പരമ്പര നടക്കുന്നുണ്ട്. ഇതുപോലെ അവബോധം ഉണ്ടാകുന്ന രീതിയിലൊരു പരമ്പര കൂടി ചെയ്താൽ ഇതിൻ്റെ അപാകത, ഇതിൻ്റെ അപകടം, ഇതിൻ്റെ ചതിക്കുതി ബോധ്യപ്പെട്ടാൽ ഈ കാര്യങ്ങൾ മാറ്റം ഉണ്ടാകും. ഒരു നല്ല കുടുംബത്തിൽ നിന്നുള്ളൊരു വ്യക്തിയാണ് എന്നും സമൂഹത്തിൽ നല്ല വ്യക്തിയായി തീരുന്നത്. അവൻ്റെ വളർച്ചയുടെ കാലഘട്ടങ്ങളെ കുറച്ചുമ്പോൾ മേഡം പറഞ്ഞു, ജനിച്ചു വീഴുന്ന 1.5 വയസ്സുള്ള കുഞ്ഞിൻ്റെ കയ്യിലേക്ക് മൊബൈൽ ഫോൺ കൊടുത്തുകൊണ്ട് അവൻ്റെ കരച്ചിൽ മാറ്റുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നു. പക്ഷേ ആ ഫോൺ കൊടുക്കുമ്പം ആ ഫോണിൻ്റെ ഉപയോഗം എന്തെന്ന് അവന് പറഞ്ഞു കൊടുക്കുന്ന അവിടെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ അതിന് വേണ്ടതായ വളമിട്ട് കൊടുക്കുന്നത്. ഒരു വ്യക്തിയെ നമ്മൾ വാർത്തെടുക്കുന്ന അവിടെയാണ് പലപ്പോഴും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വന്ന വീഴ്ചയെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ സാങ്കേതിക വിദ്യകൾ വളർന്നു വന്നിരിക്കുന്ന ക്രിയേറ്റീവായിട്ട് നിൽക്കുന്ന ഒരു ജനറേഷനാണ് നമ്മുടെ മുമ്പിലുള്ളത്. വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു ജനറേഷനാണ് ഉള്ളത്. ആ ജനറേഷനോട് നമ്മളത് ഉപയോഗിക്കില്ലെന്നല്ല പറയേണ്ടത്, മറിച്ച് അത് ഉപയോഗിക്കേണ്ട എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കാൻ പലപ്പോഴും നമ്മളെല്ലാവരും മറന്നു പോകുന്നുണ്ട്. ഈ സാങ്കേതിക വിദ്യയെ ഇന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെ ഉപയോഗിക്കാൻ കഴിയുമെന്ന് യഥാർത്ഥത്തിൽ ബോധവൽക്കരിക്കുവാൻ കഴിയണമെങ്കിൽ ഒരു കുഞ്ഞു പ്രായത്തിൽ തൊട്ടേ അത് തുടങ്ങണമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് പകർന്നു നൽകാൻ കഴിയുന്നില്ല എങ്കിൽ ആളുകളിലും ഇത് തന്നെ ഉണ്ടാകും എന്നെനിക്ക് തോന്നുന്നു. കേരളത്തിലെ ഈ സ്കൂൾ കുട്ടികൾ ഒരുപാട് രീതിയിൽ മൊബൈലുകളും ഇങ്ങനെയുള്ള സാധന സാധ്യതകളും ഉപയോഗിക്കുന്നുണ്ട്. താങ്കളുടെ ഒരു അനുഭവത്തിൽ ഇപ്പോൾ സൈബർ സെല്ലിൽ പ്രവർത്തിച്ച കാലത്തും അല്ലാതുള്ള ക്രൈം ഡിപ്പാർട്ട്മെൻറ്റ് പ്രവർത്തിച്ചപ്പോഴൊക്കെ തന്നെ താങ്കളുടെ അനുഭവം എങ്ങനെയായിരുന്നു? പോലീസിൻ്റെ ഇതിനകത്തുള്ള ഇടപെടലുകളും ബോധവൽക്കരണത്തിനുള്ള പ്രവൃത്തികളും ഞാനൊന്ന് പറയാം. നിങ്ങൾക്ക് അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും. ജനമൈത്രി പോലീസ് സ്റ്റേഷനുകളായിട്ട് ഈ കൊല്ലം കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിനുള്ള ഒരു പരീക്ഷണാടിസ്ഥാനത്തിലുള്ള മൂവ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ജനമൈത്രി പോലീസിൻ്റെ ഭാഗമായിട്ട് സൈബർ ലിറ്ററസി ക്ലാസ്സുകൾ എല്ലാ നുക്ക് ആൻഡ് കോർണർ, എല്ലാ മൂലയിലും നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. താങ്കൾ നേരത്തെ ചോദിച്ചു സ്കൂളിൽ നടക്കുന്ന സംഭവങ്ങൾ എന്താ വെച്ചാൽ, ഇപ്പോൾ ഓപ്പറേഷൻ ഗുരുകുൽ എന്ന് പറഞ്ഞൊരു പരിപാടി നടക്കുന്നുണ്ട്. ഞങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ റാൻഡമായിട്ട് സ്കൂളുകളിൽ മിക്കവാറും എല്ലാ ദിവസവും തന്നെ ചെന്നിട്ട് ആരൊക്കെ സ്കൂളിൽ വരാതിരിക്കുന്നവരൊന്ന് അന്വേഷിക്കുകയും ആ വരാതിരിക്കുന്നതിൻ്റെ കാരണം പോലീസ് അന്വേഷിച്ചു. ഇത് പോലീസിനെ കുറിച്ച് അവമാനിച്ച് സംസാരിച്ചത് എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്. പോലീസ് അങ്ങോട്ട് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിയണം. ഞങ്ങൾ ഈ സ്കൂളിൽ നിന്ന് കാണാതെ പോകുന്ന ഇന്ന് ഒരു കുട്ടി സ്കൂളിൽ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ വന്നിട്ടില്ലാത്ത കുട്ടി വീട്ടിൽ അറിഞ്ഞിട്ടാണോ വരാതിരിക്കുന്നത് ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഓരോ 8 മിനിറ്റിലും ഒരു കുട്ടി കാണാതാവുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. ആ വസ്തുത കണക്കിലെടുത്ത് അതിൻ്റെ പിന്നാമ്പുറം പരിശോധിച്ചപ്പോൾ അതിനകത്ത് ഈ സൈബർ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് വളരെ കൂടുതലാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ആ മനസ്സിലാക്കലിനെതിരെ ഏറ്റവും കൂടുതൽ ബോധവൽക്കരണം കൊടുക്കേണ്ടത് മാതാപിതാക്കൾക്ക് തന്നെയാണെന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു
ഞങ്ങൾ മനസ്സിലാക്കിയ ഒരു സത്യം, മാതാപിതാക്കൾക്ക് ഒരുപാട് പേർക്ക് ഇപ്പോഴും കമ്പ്യൂട്ടർ ലിറ്ററസി വേണ്ടത്ര ഇല്ല. കമ്പ്യൂട്ടറുകളോ മൊബൈൽ ഫോണുകളോ സംസാരിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന മാതാപിതാക്കളുടെ എണ്ണം ഇപ്പോഴും വളരെ കൂടുതലാണ്. എന്നാൽ അതേ ഫോൺ ആ മാതാവോ പിതാവോ അറിയാതെ സിം കാർഡ് പോലും ഇല്ലാതെ സോഷ്യൽ മീഡിയ നെറ്റ്വർക്കിൽ വൈഫൈ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട്, അത് പൊതുസ്ഥലങ്ങളിൽ, അതായത് അമ്മ വീട്ടിൽ ഫോൺ വെച്ചിട്ട് സ്ത്രീകൾ പൊതുവേ ഈ വീടുകളിൽ ഞങ്ങൾ കാണാനുള്ള ഒരുപാട് വീട്ടമ്മമാർ മറ്റു ജോലിയിൽ വ്യാപൃതരായിരിക്കുമ്പോൾ ഫോൺ എവിടെയെങ്കിലും ഇട്ടിട്ട് പോകും. നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന വെച്ചാൽ ഒരു വീട്ടമ്മയുടെ ഫോണിലേക്ക് സാധാരണഗതി വിളിച്ചാൽ ഒരുപാട് തവണ വിളിച്ചതിന് ശേഷം ആൻസർ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അത് ഭർത്താവിൻ്റെ ഫോണാണെങ്കിൽ കൃത്യമായിട്ട് അവർ പോയി എടുക്കും. ഇങ്ങനെയുള്ള ഫോണുകൾ ഒരുപാട് ദുരുപയോഗം ചെയ്യുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കണം, ദുരുപയോഗം ചെയ്യപ്പെടുന്നതായിട്ട്. സിമ്മ് പോലും വേണ്ട, സിമ്മിൻ്റെ ആക്ടിവിറ്റി വരുമ്പോൾ ആണ് ഇത് ചിലപ്പോൾ ബില്ല് വരുമ്പോൾ അറിയാമെന്നുള്ളത്. പൊതുസ്ഥലങ്ങളിൽ ഇപ്പോൾ എല്ലാം വൈഫൈ ആക്കിക്കൊണ്ടിരിക്കുക, ബസ് സ്റ്റോപ്പുകൾ വൈഫൈ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ബസ് സ്റ്റോപ്പ് വൈഫൈ ആയി എന്ന് പറയാനായിട്ട് അവിടുത്തെ പഞ്ചായത്തുകാർക്ക് താല്പര്യം കൂടുതലാണ്, മുനിസിപ്പാലിറ്റിക്കാർക്ക് താല്പര്യം കൂടുതലാണ്, പോലീസിനും താല്പര്യം കൂടുതലാണ്. ഇങ്ങനെയുള്ള പൊതുസ്ഥലങ്ങളിൽ പോയിട്ട് നടക്കുന്ന അതിഭീകരമായ കുറ്റകൃത്യങ്ങളുടെ എണ്ണം ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ അന്വേഷിക്കുന്ന, നേരത്തെ ഞാൻ സൂചിപ്പിച്ച ബോംബ് നിർമ്മാണം, സ്ഫോടനം, ഇത്തരം കാര്യങ്ങളിലൊക്കെ അന്വേഷിക്കുമ്പോഴും കാണുന്നത് പലയിടത്തും ഉപയോഗിക്കുന്നത് കോമൺ വൈഫൈ ആണ്. ഇപ്പോൾ എയർപോർട്ടിനകത്തുള്ള വൈഫൈ, ഇവിടേക്ക് കുട്ടികൾ, അത് ഈ 17-18 വയസ്സുള്ള ആൾക്കാരൊക്കെ ഇതിനകത്ത് വളരെ ശക്തമായി വ്യാപൃതരാണ് എന്നുള്ളത് വളരെ ചിന്ത്യം. നമ്മളെല്ലാവരും ഇരുന്ന് വിഷമിച്ച് ആലോചിച്ച് അതിന് പരിഹാരം കാണേണ്ട ഒരു കാര്യമാണെന്നുള്ളൊരു വസ്തുതയാണ്. ബോധവൽക്കരണത്തിന് ചാനലുള്ള പരിപാടികളാവാം. സത്യം പറഞ്ഞാൽ ഈ ചാനലിൽ വളരെയധികം ആൾക്കാരെ ഇറുകി പിടിച്ചിരുത്തുന്ന ഒരുപാട് സീരിയലുകളുണ്ട്. ആ സീരിയലുകളുടെ പ്രമേയങ്ങളൊക്കെ ഈ തരത്തിലൊന്ന് മാറ്റിയെടുക്കാനായിട്ട് ഈ ബഹുമാനപ്പെട്ട തിരക്കഥാകൃത്തുക്കളോടും നിർമ്മാതാക്കളോട് നിങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ പറഞ്ഞ ചാനലുകൾക്ക് ഇതിനകത്തുള്ള ഒരു പങ്കിനെ സംബന്ധിച്ച് ഞാൻ അതിനകത്ത് പ്രത്യേകിച്ച് ശ്രീകണ്ഠൻ സാറിനെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം കാരണം ഇപ്പൊ വൈകിട്ട് വന്നിരിക്കുന്ന ഉപ്പുമുളക് എന്ന് പറയുന്ന ഒരു സീരിയല്, അത് ഞാൻ സ്ഥിരമായിട്ട് കാണുന്നത്, വേറെ ഒരൊറ്റ സീരിയലും കാണുന്ന ആളല്ല. അതിനകത്ത് ആ 2 കൊച്ചുകുട്ടികൾ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ മൂത്ത കുട്ടികൾ ഉൾപ്പെടെയുള്ളതിന് വിലക്കുന്നു. മൂത്ത കുട്ടികൾ ഉപയോഗിക്കുന്ന സമയത്ത് പലപ്പോഴും അതിൻ്റെ മാതാപിതാക്കൾ അല്ലെങ്കിൽ അമ്മ അത് വാങ്ങിച്ച് നോക്കുകയും ചെക്ക് ചെയ്യുകയും വേണ്ടുന്ന വാണിംഗ് കൊടുക്കുകയും ചെയ്യുന്നതായ ചില മെസ്സേജുകൾ പല എപ്പിസോഡുകളും കാണാനുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള അത് എൻ്റർടൈൻ കൂടാണ്. ഒരു ഫാമിലി ഒരുമിച്ച് കൂടിയിരുന്ന് ഊഷ്മളമായിട്ട് പോകുന്ന, അവർ അല്പസ്വല്പം വഴക്കൊക്കെ കൂടും, അത് കുടുംബത്തിൻ്റെ ഭാഗമാണ്. എങ്കിലും അവസാനം അതൊരു ഒരുമിപ്പിലേക്ക് എത്തിച്ചേരുന്ന തരത്തിലുള്ള പ്രമേയങ്ങൾ അവതരിപ്പിച്ച് കൂടുതൽ പ്രേക്ഷകരെ ആകർഷിക്കുമ്പോൾ യാതൊരു സംശയവുമില്ല, ഒരു പരിധി വരെ ജനങ്ങളുടെ ഇടയിൽ, കുഞ്ഞുങ്ങളുടെ ഇടയിൽ ഇതിൻ്റെ വിപത്തിനെ കുറിച്ച് ഇത്തരത്തിൽ വിഷ്വൽ മീഡിയയ്ക്ക് ഒരു വലിയ പങ്ക്. നമ്മൾ എത്ര പ്രസംഗിച്ചെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ഒത്തിരി ലഘുലേഖകൾ അടിച്ചെന്ന് പറഞ്ഞാലും വിഷ്വൽസ് ഇത്തരം മറുപടി. സീരിയലുകളെ നമ്മൾ അടച്ചാക്ഷേപിക്കുമ്പോൾ വേറൊരു ചെറിയ വിഷയം പറയാം. ബഹുമാനപ്പെട്ട പോലീസ് ഓഫീസർ ഇവിടെ ഇപ്പോൾ ഉണ്ടായി, രജിസ്റ്ററിന് അറിയാൻ കാര്യങ്ങൾ. നമ്മൾ ഈ കഥകളിൽ കാണുന്നതിനേക്കാൾ വലിയ കുഴപ്പങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സീരിയലുകളിലും കഥകളിലും മാത്രമല്ല, കഥ കാലത്തിന് നേരെ പിടിച്ച പരിച്ഛേദമാണ്, കണ്ണാടിയാണ്. നമ്മുടെ സമൂഹത്തിൽ അതിലും വലിയ കുഴപ്പങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്ത മുഴുവൻ വിഷയവും നമ്മുടെ ഒരു കപട സദാചാര ബോധം കൂടി അതിനകത്തുണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. ഞാൻ പറഞ്ഞോട്ടെ സാർ, നമ്മുടെ ഒരു വിക്ടോറിയൽ മൊറാലിറ്റി ഇന്നും നമ്മൾ സൂക്ഷിക്കുന്നുണ്ടെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. കാരണം നമുക്കൊക്കെ അറിയാം, ഞാനിപ്പോൾ ഓപ്പണായിട്ടൊരു കാര്യം പറയാം, എൻ്റെ ചെറുപ്പകാലത്തും അതിന് മുമ്പുള്ള തലമുറയിലും ഒരു സ്വകാര്യമായിട്ട് എന്തെങ്കിലും അശ്ലീലമായ ഒരു പുസ്തകം കിട്ടാൻ ഒരു പെൺകുട്ടിക്ക് ഒരു സാധ്യതയും ഉണ്ടായിരുന്നില്ല. അത് പുരുഷൻ്റെ ഒരു സ്വകാര്യതയായിരുന്നു. ഇന്നത് മാറിക്കൊണ്ട് എല്ലാം ഓപ്പണായിട്ട് ഏത് പെൺകുട്ടി എൻ്റെ മുമ്പിൽ സഹോദരിമാരിപ്പുണ്ട്. നമ്മൾ ഒരു കാരണവശാലും തള്ളിപ്പറഞ്ഞിട്ട് കാര്യമില്ല. യാഥാർത്ഥ്യത്തെ ഇതെല്ലാം ഓപ്പണായിട്ട് കിട്ടുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഇവിടെ സീരിയലോ അല്ലെങ്കിൽ മറ്റുള്ള മാധ്യമങ്ങളോ ഒക്കെ ഈ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും കണ്ടിട്ടും അതിൻ്റെ ഇതും പിടിച്ചിട്ടാണ് നമ്മൾ. അപ്പം നമ്മൾ സൗദേശ കഥകൾ വായിക്കാൻ രാമായണവും മഹാഭാരതവും ബൈബിളും ഖുറാനും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പം നമ്മൾ ജീവിതത്തിൻ്റെ പരിച്ഛേദം കാണിക്കുന്ന സാഹചര്യത്തിൽ സ്വാഭാവികം, ഞാൻ പറഞ്ഞത് കൈവിട്ട് പോകണമെന്നോ കുഴപ്പമുണ്ടാക്കണമെന്നോ സീരിയല് പ്രതിസന്ധി സമയത്ത് വെക്കരുതെന്ന് വേദികൾ പ്രസംഗിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു പുസ്തക വിൽപ്പനക്കാരൻ എന്നോട് പറഞ്ഞു, അദ്ദേഹം സമൂഹത്തിൽ ഓരോ മാറ്റം കണ്ട് അദ്ദേഹം അന്തം വിട്ട് നിൽക്കുക, അന്തം വിടാനേ പറ്റൂ അദ്ദേഹത്തിന്. അദ്ദേഹം ഒരു കോളേജിലെ ഒരു പെൺകുട്ടി വന്നിട്ട് മാധവിക്കുട്ടിയുടെ പുസ്തകം ഏതാ ഉള്ളതെന്ന് ചോദിച്ചു. പുള്ളി നിർമാതളം പൂത്ത കാലം എടുത്ത് കൈ കൊടുത്ത് അവ കൊടുത്തപ്പോൾ പറഞ്ഞു, എൻ്റെ ചേട്ടാ, എൻ്റെ കഥ എടുത്തോണ്ട് പോവാ ചേട്ടാ. അപ്പോൾ പുള്ളി പറയുന്നത് വെച്ചാലേ ആ കാലം മാറിയത് പുള്ളിക്ക്. DC ബുക്സ് പിന്നെ വത്സേൻ്റെ കാമശാസ്ത്ര സൂത്രവാക്യ സമയത്ത് ഡൽഹിയിൽ എന്ന് ഓംചേരി സാറായിരുന്നു. അപ്പോൾ ഒരാൾ ഇങ്ങനെ അവിടെ വെയിറ്റ് ചെയ്യുകയാണ് രാവിലെ തൊട്ട്. അപ്പോൾ കംപ്ലീറ്റ് അടിച്ചത് മുഴുവൻ വിറ്റുപോയി. അപ്പോൾ എന്താ പോകാത്ത, അതുവരെ അവിടെ കാണാത്ത ടയർ കിടക്കാറില്ല മലയാളി, ആദ്യമായിട്ട് DC ബുക്സ് വരുവാ, എന്തുവാന്ന് ചോദിച്ചു.
അല്ല ഈ വാത്സ്യാനം സാർ എഴുതിയ വേറെ വല്ല പുസ്തകം ഉണ്ടോ? അപ്പോൾ മനസ്സിലായി എങ്ങനെ വിറ്റുവരെ ഇത് നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമില്ല. അല്ല സാറേ, അതല്ല ഇതിന്റെ ബാലൻസ് ആയിട്ടൊന്ന് പറഞ്ഞോട്ടെ. ഈ മനുഷ്യ മനസ്സിൽ അനന്താനുഭൂതി ഉളവാക്കുക എന്നത് മാത്രമല്ല, എന്താണ് ജീവിതം എന്ന ദർശനം മുമ്പോട്ട് വയ്ക്കുന്ന ഉദാത്തമായ മാതൃകൾ കൂടിയായിരിക്കണം ഉത്തമ കലകൾ. കാരണം കാരണം ഒരു കാഥികൻ എന്ന നിലയിൽ, ഒരു പോലീസുകാരൻ എന്നതിനപ്പുറത്ത്, ഒരു കഥാപ്രസംഗക്കാരൻ എന്ന നിലയിൽ എനിക്ക് പറയാൻ കഴിയും എന്ത് കഥ എന്നതിനപ്പുറത്ത് എന്ത് സന്ദേശമാണ് കാണികൾ കൊടുക്കാനുള്ളത് എന്ന് ചിന്തിച്ച ആളുകളാണ് ഞങ്ങൾ. അതുകൊണ്ടാണ് ഇതിന്റെ ബാക്കിയെന്ന് പറഞ്ഞോട്ടെ. അപ്പോൾ സീരിയൽ എന്ന് പറയുന്നത് ഇവിടെ ഈ മരുന്ന് കച്ചവടക്കാരൻ, മെഡിക്കൽ റെപ്പുമാർ വന്നിട്ട് തലവേദനയ്ക്കുള്ള മരുന്നാണ് ഡോക്ടർ, ഇത് കൊടുത്താൽ മറ്റൊരു പ്രശ്നങ്ങളും ഇല്ല, നിങ്ങൾ ഈ മരുന്ന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. 6 മാസം കഴിഞ്ഞ് ഇതേ മെഡിക്കൽ ഷോപ്പുകാരൻ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയുമോ? സാർ, കഴിഞ്ഞ പ്രാവശ്യം തന്ന മരുന്ന് അത് കിഡ്നി ഫെയിലർ ആക്കുന്നുണ്ട്, അതുകൊണ്ട് കിഡ്നിക്ക് തകരാറ് സംഭവിക്കുന്നുണ്ട്, അതിപ്പോൾ കൊടുക്കണ്ട, വേറൊരു മരുന്ന് തരാമെന്ന് പറയും. എന്നെ പറഞ്ഞ പോലെ ഇവിടെ സാഹിത്യവും ഇത്തരം കലാരൂപങ്ങളും ഒക്കെയാണ് സംസ്കാരത്തെ വളർത്തിക്കൊണ്ട് വന്നതും അത് തലമുറകൾക്ക് പകർന്നു കൊടുക്കുന്നു. പക്ഷേ പല സാഹിത്യകാരന്മാരും കേരള നഭോമണ്ഡലത്തിൽ എഴുതി വെച്ചിട്ട് അതൊക്കെ തെറ്റായി പോയി എന്ന് സമ്മതിക്കേണ്ട ഒരു കാലഘട്ടം നമ്മുടെ മുമ്പിൽ കടന്നുപോയി. ഈയിടെ നമ്മൾ ഒരു പെട്ടിക്കകത്ത് കയറി ഒരു സംഭവം തുറന്നു നോക്കി. കാരണം അതിനകത്ത് ഇത്രയും നല്ലൊരു സുന്ദരി ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നാണ് എൻ്റെ ടൈറ്റിൽ. ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ ആ സുന്ദരി എനിക്കൊന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചു. ഒരു പാമ്പിൻ്റെ പടമായിരുന്നു. അപ്പോൾ അത് ഞാൻ നോക്കിയപ്പോൾ ഒരു 7 ലക്ഷം പേർക്ക് ഞാൻ ഉൾപ്പെടെ അബദ്ധം പറ്റിയിട്ടുണ്ട്. ഇപ്പൊ പ്രേതം എന്ന് പറഞ്ഞൊരു സിനിമ ആരും അറിയാതെ സോഷ്യൽ മീഡിയയുടെയും കമ്പ്യൂട്ടർ യുഗത്തിന്റെയും വിപത്തുകളെ കുറിച്ച് ആരും അറിയാതെയുള്ള സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു സിനിമയാണ്. വേറൊരു സിനിമയിൽ ഞാൻ വളരെ രസകരമായ ഒരു കാര്യങ്ങൾ, ഒരുപാട് ഹാസ്യത്തിലൂടെ നമുക്ക് ഈ ബോധവൽക്കരണം നടത്താം. ഒരു സിനിമയിൽ കണ്ടാണ്, ആ സിനിമയുടെ പേര് ഞാൻ മറന്നുപോയി, ഒരു ഹനുമാന്റെ വേഷം കെട്ടിയ ഒരാള് നാടകത്തിന് കയറാൻ പോകുന്നു. അദ്ദേഹം വന്നിട്ട് അച്ഛൻ മരിച്ച ഫേസ്ബുക്ക് കണ്ടിരുന്നു, വരാൻ പറ്റില്ല, ക്ഷമിക്കണം, ഞാൻ 2 ലൈക്ക് അടിച്ചിരുന്നു കേട്ടോ. ഫേസ്ബുക്ക് ചെയ്യുന്ന സുഹൃത്തുക്കളോട് എനിക്കൊരു അപേക്ഷ കൂടെ ഉണ്ട്. ഈ രാവിലെ എഴുന്നേറ്റ ഉടനെ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ ഒരു ഫോട്ടോ, അത് ഞാൻ പല്ല് തേച്ചപ്പോൾ, ലുങ്കി ഉടുത്തപ്പോൾ, കുളിക്കാൻ പോയി, ഇത് ഇങ്ങനെ നിരന്തരമായിട്ട് ഫേസ്ബുക്കിൽ ഇതൊക്കെ ഒരു തരം അവിടെ തൊഴിലില്ലായ്മയുണ്ട്. സെൽഫി 3 കൂടുതൽ ഒരു ദിവസം എടുക്കുകയാണെങ്കിൽ അയാൾ സൈക്യാട്രിസ്റ്റിനെ കാണണമെന്നാണ് ഇപ്പോഴത്തെ. 3 കൂടുതൽ സെൽഫി നിങ്ങൾ ആരെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ. കുറച്ചു മുമ്പ് ശ്രീധരൻ നായർ സാർ പറഞ്ഞു ഈ നെറ്റിലെ ചില ലിങ്കുകൾ ഓപ്പൺ ചെയ്യിപ്പിച്ച് വീട്ടിലിരുന്ന് സുഖമായിട്ട് ജീവിക്കുന്ന കുറച്ച് പേരുണ്ടെന്ന്. അത്തരത്തിൽ ലിങ്ക് ഓപ്പൺ ചെയ്യിപ്പിച്ച് സുഖമായി ജീവിക്കുന്ന കുറച്ച് പേര് ഈ 3-4 ദിവസമായിട്ട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന എന്നെയാണ്. അതായത് അത് മാത്രമേ ഉള്ളൂ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഒരു ഫോട്ടോ, അതായത് എന്റെ ഒരു വീഡിയോയുടെ ഒരു സ്ക്രീൻഷോട്ട് ആണത്. ആ സ്ക്രീൻഷോട്ട് കൊടുത്തിട്ട് കോഴിക്കോടൻസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ കൊണ്ടുപോയിട്ട് ഇട്ടിരിക്കുന്ന ക്യാപ്ഷനാണ് 42-കാരിയായ മാതാവ് മകളുടെ ഭർത്താവിനോടൊപ്പം ഒളിച്ചോടി, കൊല്ലത്താണ് സംഭവം, ഇവർ പറയുന്നത് കേൾക്കൂ. അവസാനം ഞാൻ ഇത് റിപ്പോർട്ട് അടിക്കാൻ നോക്കിയിട്ട് കാണുന്നില്ല, ആ ഗ്രൂപ്പ് ഹൈഡ് ചെയ്ത് കളഞ്ഞു എന്നെ. ഞാൻ സ്ക്രീൻഷോട്ട് ഇല്ല, കാരണം എനിക്കൊന്നറിയാം, താങ്കൾക്ക് ഈ സൈബർ ആക്രമണത്തിലൂടെ ലഭിക്കുന്ന പീഡനത്തിന്റെ ഒരു ഷെയർ അല്ല അദ്ദേഹത്തോട് ചോദിക്കണ്ട, കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ അല്ലല്ല സാർ, ഇതിനകത്ത് ഏറ്റവും രസകരമായ ഒരു വസ്തുത, ഈ കുടുംബ ജീവിതം തകർക്കണമെങ്കിൽ മാത്രമല്ല താങ്കൾക്കൊരു ഭർത്താവുണ്ടെന്ന് നാട്ടുകാർ ക്ലോസ് ആക്കി. അല്ല സാറേ, കഴിഞ്ഞ ദിവസം ഞാൻ ലൈവ് വന്നു, 37 മിനിറ്റ് ലൈവിൽ വന്നിട്ട് ഞാൻ ഒരു കോൺഗ്രസ്സുകാരനെ അടിപാടെ ചീത്ത വിളിച്ചു. സത്യമാണ്, ഞാൻ ചീത്ത വിളിച്ചതാണ്. ഞാൻ ചീത്ത വിളിച്ചവനെന്ന് പറയുന്നവൻ എൻ്റെ മെസ്സേജ് എൻ്റെ ഇൻബോക്സിലേക്ക്, എൻ്റെ മെസ്സഞ്ചർ ഇൻബോക്സിലേക്ക് അയച്ചിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ ഈ വേദിയിൽ തുറന്നു പറയാണ്. എൻ്റെ ഭർത്താവ് എറണാകുളത്ത് സിനിമാ നടനോടൊപ്പമാണ്. 4 വർഷമായിട്ട് ഞങ്ങൾ ഒന്നിച്ച് യാത്ര എപ്പോഴാണ് പോയതെന്ന് എനിക്കറിയത്തില്ല. അപ്പൊ ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞു, എടാ എനിക്കറിയാൻ വയ്യാത്ത കാര്യങ്ങളൊന്നുമില്ല, ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ട് അത് അല്ല അവനടുത്തോട്ട് എനിക്ക് അല്ല ബ്ലോക്ക് ചെയ്ത് വിട്ടിരുന്നു, ബ്ലോക്ക് ചെയ്ത് മെസ്സഞ്ചർ ബ്ലോക്ക് ചെയ്ത് അൺഫ്രണ്ട് ചെയ്ത് വിട്ടിരുന്നു. ഞാൻ വിട്ട ശേഷം ഇവൻ മെസ്സേജ് ആണ് നമുക്ക് ബ്ലോക്ക് ചെയ്യാം. എന്റെ ഫോട്ടോ ഈ മനുഷ്യൻ സൈലന്റ് ആയതുകൊണ്ടാണ് എനിക്കിപ്പോ മനസ്സിലായി. അദ്ദേഹം വയലന്റ് ആയി കഴിഞ്ഞാൽ ഇപ്പൊ എന്തെല്ലാം കേസുകൾ ഞങ്ങൾക്കെതിരെ വന്നതിന് ദൈവത്തിന് മാത്രം അറിയാം. ഭാര്യ അങ്കക്കലി ബാധിച്ച് നിൽക്കുകയാണ്. അതല്ല, അല്ലാതെ നടക്കത്തില്ല ഈ കാലത്ത്. ആരെങ്കിലും ചെയ്യണ്ടേ? ഇത് കണ്ടെങ്കിലും മറ്റുള്ളവർ പഠിക്കണം തോർത്ത്. എന്തായാലും കുറെ പേര് ഇതോടെ പിന്മാറും കേട്ടോ. ഞങ്ങൾ അവരെ അന്വേഷിച്ച് വീട്ടിലെല്ലാം പോയിരുന്നോ? ആ പിന്നെ എന്നിട്ട് എന്താ അനുഭവം? വീട്ടിൽ പോയി അവര് നമ്മുടെ കാല് പിടിക്കുക, അവരുടെ അമ്മയും ഭാര്യയും എല്ലാം നമ്മുടെ കാല് പിടിക്കുക, ക്ഷമിക്കണം. പക്ഷെ എന്നാലും ഉമ്മാർ നിർത്തത്തില്ല. ഇത് ഞരമ്പ് രോഗം അവർക്ക്. എന്റെയും എന്റെ ഭർത്താവിന്റെയും ഫോട്ടോ വെച്ചിട്ട് ഇവർ പെൺവാണിഭ മാഫിയ, ഇവർ വേശ്യ, ഇയാൾ കൂട്ടിക്കൊടുപ്പുകാരൻ, ഉദയപുരം സുൽത്താൻ എന്ന് പറയുന്ന ഒരു ഐഡിയ ഉണ്ടായിട്ട് ഇദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ചിട്ട് പറയാണ് ഞാൻ ഹാരിസ് സെയ്ദ്, എൻ്റെ ഭാര്യയെ കൂട്ടിക്കൊടുത്താണ് ഞാൻ ജീവിക്കുന്നത്. 38 ഐഡികളിലൂടെ എനിക്കെതിരെ പോസ്റ്റുകൾ വന്നത്, എൻ്റെ ഭർത്താവിന്റെ ഫോട്ടോ, എൻ്റെ മക്കളുടെ ഫോട്ടോ. ഇത് കുറേയേറെ ഫ്രസ്ട്രേഷൻ ബാധിച്ച, ഒരു പണിയില്ലാതിരിക്കുന്ന കുറേ ആളുകളുണ്ട്. അവരൊക്കെ എന്തെങ്കിലും ഒന്ന് പറയാൻ വേണ്ടി കുറേ അപവാദം എഴുതി വിടും.
പത്രത്തിൽ അടിച്ചു കഴിഞ്ഞാൽ ഇവനെതിരെ കേസ് സോൾഡ് എവിഡൻസ് ആണ്, അത് പത്രമാണ്, അതിന് ഒരു ഫേസ്ബുക്ക് കൺഫർമേഷൻ വേണ്ട, കൊണ്ടുപോയി നേരെ കേസ് കൊടുക്കാം. ഇത് ഫേസ്ബുക്കിലായതുകൊണ്ട് ആർക്കും ആരെക്കുറിച്ചും എന്ത് തോന്നിയാസവും എങ്ങനെ വേണേലും എഴുതാം, ഒരു കേസും തരില്ല. പക്ഷേ ഈ ഇത്രയും വലിയ സൈബർ അറ്റാക്കുകൾ വരുമ്പോൾ ഞാൻ പോലീസ് സംവിധാനത്തിൽ പരാതി കൊടുത്തിരുന്നു. ഏപ്രിൽ 7-നാണ് എന്റെ ആദ്യത്തെ പരാതി. DGP സെൻകുമാറിന് 2016 DGP സെൻകുമാർ സാറിന് നേരിട്ട് കൊടുത്ത പരാതി. അവിടെ വെച്ച് തന്നെ അദ്ദേഹം എന്റെ പരാതിയുടെ ഗൗരവം ബോധ്യപ്പെട്ട് അന്ന് ക്രൈംബ്രാഞ്ച് IG ആയിരുന്നു IG ശ്രീജിത്ത് സാറിന് ആ കേസ് കൊടുക്കുകയായിരുന്നു. അതിനുശേഷം പിന്നീടും IG ശ്രീജിത്ത് സാർ ക്രൈംബ്രാഞ്ചിൽ നിന്ന് മാറിപ്പോയി കഴിഞ്ഞ് ഞാൻ പുതിയ DGP ബെഹ്റ സാറിനെ കണ്ട് എഴുതി കൊടുത്തു, ശ്രീജിത്ത് സാർ തന്നെ എൻ്റെ കേസ് അന്വേഷിക്കണമെന്ന്. പക്ഷേ ഏറ്റവും വിഷമകരമായ ഏറ്റവും വേദനാകരമായ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് ഈ ഫ്ലവേഴ്സ് ചാനലുകാർ എൻ്റെ ഇന്റർവ്യൂ എടുക്കാൻ വീട്ടിൽ വന്ന് കണ്ടതാണ്. ഞാൻ ഒരു ഫെബ്രുവരി മാസം മുതലാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങിയത്. ഏപ്രിൽ അന്നേരം ചോദിക്കും, നിങ്ങൾ അന്ന് എന്തുകൊണ്ട് പരാതി കൊടുത്തില്ല? ഞാൻ ഗർഭിണിയായിരുന്നു, ഇരട്ട കുഞ്ഞുങ്ങൾ എൻ്റെ വയറ്റിലുണ്ടായിരുന്നു. ഞാൻ ആ സമയം മുതൽ എൻ്റെ പ്രസവം, എൻ്റെ സിസേറിയൻ കാരിത്താസ് കോട്ടയം ഹോസ്പിറ്റലിൽ നടക്കുന്ന രാത്രിയിൽ പോലും എൻ്റെ സുഹൃത്തുക്കൾ പോസ്റ്റ് ഇട്ടു, ഫിജോ അതീവ ഗുരുതരാവസ്ഥയിലാണ്, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് പോസ്റ്റ് ഇടുമ്പോൾ എനിക്കെതിരെ സൈബർ അറ്റാക്ക് നടത്തിയ മാനസിക രോഗികൾ എന്നെക്കുറിച്ച് പറയുന്ന വളരെ വൃത്തികെട്ട ഒരു ഓഡിയോ എനിക്ക് സുഖമില്ല എന്ന് എൻ്റെ സുഹൃത്തുക്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നതിൻ്റെ അരമണിക്കൂറിനുള്ളിൽ ഇവർ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് ഫേസ്ബുക്കിൽ പ്രചരിപ്പിച്ചു. ഇത് സ്പ്രെഡ് ചെയ്തു. നിങ്ങൾക്ക് ആർക്കെങ്കിലും സഹിക്കാൻ പറ്റുമോ മാനസിക വേദന? ഒരു ഗർഭിണിയായിരുന്ന സ്ത്രീ. എന്നിട്ട് ഞാൻ ഓരോ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും പറഞ്ഞു, എന്നെ ഉപദ്രവിക്കരുതേ, ഞാൻ ഇത്രയും ഗുരുതരമായ ഒരു അവസ്ഥയിലാണ്, എന്നെ ദൈവത്തെ ഓർത്ത് നിങ്ങൾ വെറുതെ വിടണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഓരോ സമയത്ത് വേണ്ടി അവസാനം പോലീസ് ഇടപെട്ടപ്പോഴാണ് പിന്നീട് ഏറ്റവും അവസാനം ഞാൻ പറഞ്ഞു ശ്രീവിജിയുടെ ആത്മഹത്യാ കുറിപ്പ് വന്ന സമയം ഇത് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന് പോലീസ് മനസ്സിലാക്കിയ ദിവസം ഇവർ ഇടപെട്ടു എന്നുള്ളത് 100% വാസ്തവമാണ്. പക്ഷെ അവർ ചില കാര്യങ്ങളിൽ നിസ്സഹായരായിരുന്നു. ഈ ഐഡികൾ ഓപ്പറേറ്റ് ചെയ്തിരുന്നത് സൗദിയിൽ നിന്നും ദുബായിൽ നിന്നും ഒക്കെയാണ്. അവർക്കത് കണ്ടെത്താൻ പറ്റുന്ന അവിടുന്ന് ഉള്ള ആക്സസ് കിട്ടുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം ആത്മഹത്യാ കുറിപ്പ് വന്നു, ഓക്കെ, ഉടനെ കേസായി, മൊഴിയെടുപ്പായി, ലുക്കൌട്ട് നോട്ടീസ് ഇടാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. ലുക്കൌട്ട് നോട്ടീസ് ഇടുന്നതിന് വേണ്ടി പാസ്പോർട്ട് സെർച്ച് ചെയ്യാൻ വേണ്ടി, പാസ്പോർട്ടിന്റെ കോപ്പികൾ പിടിച്ചെടുക്കാൻ വേണ്ടി പ്രതികളിൽ ഒരാളുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയ സമയത്ത് ഓഫീസേഴ്സ് പറഞ്ഞു ലുക്കൌട്ട് നോട്ടീസ് ഇടാൻ പോകണമെന്ന്. ഉടനെ ലുക്കൌട്ട് നോട്ടീസ് ഇട്ട് കഴിഞ്ഞാൽ തിരിച്ചു പോകാൻ പറ്റത്തില്ലെന്ന് അറിയാവുന്നവൻ 3 വർഷമായിട്ട് നാട്ടിൽ വരാതെ എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു പിറ്റേ ദിവസം നാട്ടിലിറങ്ങി. എയർപോർട്ടിൽ ഇറങ്ങിയ പോലീസ് കൊണ്ടുപോകും, അത് ഉറപ്പായിരുന്നു. പോലീസുകാരെ എയർപോർട്ടിൽ നിന്ന് ഇവനെ അറസ്റ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നു. അതൊക്കെ നല്ല രീതിയിൽ കേരള പോലീസ് ഞങ്ങളോട് സഹകരിച്ചതാണ്. അവൻ ബോംബെയിൽ ഇറങ്ങിയിട്ട് മുങ്ങി. ഇവർ ഇത്രയും നേരം പറഞ്ഞത് പ്രേക്ഷകർ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താങ്കൾക്കും ഈ കേസ് നേരിട്ടറിയാം എന്നതുകൊണ്ട് താങ്കൾ അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയാതെ നമ്മൾ ഈ ഷോ അവസാനിപ്പിച്ചാൽ അത് ശരിയാവില്ല എന്നതുകൊണ്ട് താങ്കളോട് ചോദിക്കുന്നു, എന്താണ് ഇവരുടെ മുന്നിലുള്ള വഴി? അന്വേഷണ വിധേയമായ കേസുകളെ കുറിച്ച് അതിൻ്റെ പരാതിക്കാർ അഭിപ്രായം പറയട്ടെ. പോലീസിന്റെ ഇടപെടൽ മോശമായിരുന്നു എന്ന് നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുന്ന ഒരാളോട് ഇരിക്കുന്നെങ്കിൽ എനിക്ക് അതിനകത്ത് പരാതിയൊന്നുമില്ല, അത് അദ്ദേഹം തന്നെ പറയട്ടെ. ഇല്ല, കാരണം ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ആദ്യത്തെ കുറെ മാസങ്ങൾ ഡിലേ വന്നിരുന്നു. അത് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഗവൺമെന്റ് മാറി, അന്നത്തെ DGP സെൻകുമാർ സാർ മാറി, അതിനുശേഷം അന്നത്തെ ക്രൈംബ്രാഞ്ച് ചുമതലയിലുണ്ടായിരുന്ന IG പിന്നെ എറണാകുളം റേഞ്ചിലേക്ക് പോയി. അത്തരത്തിൽ സാങ്കേതിക തടസ്സങ്ങൾ ഒരുപാട് വന്നിരുന്നു. അതിനുശേഷം ഈ കേസ് ഫയലുകൾ സ്റ്റഡി ചെയ്യാനൊക്കെ ഉള്ളൊരു സമയമെടുത്തു. അതേ സമയത്ത് തന്നെ ഈ സൂയിസൈഡ് നോട്ട് വന്നു. അതിനുശേഷം സഡൻ ആയിട്ടാണ് ഈ കേസ് പൊങ്ങിയത്. ഈ കേസ് പൊങ്ങിയിട്ട് പ്രതി ഒളിവിലായിരുന്നു, അവൻ നാട്ടിലിറങ്ങിയിട്ട് ഒളിവിലായി എൻ്റെ വീടിൻ്റെ 3 കിലോമീറ്റർ അപ്പുറത്ത് വന്ന് തിരുവനന്തപുരം സ്വദേശി ഒളിവിൽ താമസിച്ചു. ഇത് പിന്നെ അത് നമ്മൾ മനസ്സിലാക്കി ഇയാളെ പിന്തുടരേണ്ടി വന്നു എനിക്ക്. കാരണം എനിക്ക് ഒരു അറ്റാക്ക് വരുന്നതിന് മുൻപ് ആക്ഷൻ എടുക്കുന്നത് സൈബർ ലോ ആയതുകൊണ്ട് പോലീസിന് ഇയാളെ പിന്തുടർന്ന് പിടിക്കാനുള്ള ഒരു പിന്നെ റൈറ്റ് ഇല്ലാന്ന് തോന്നുന്നു. കാരണം ഒരു വളരെ നിസ്സാരമായ ഒരു വകുപ്പൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ ചുമത്തിയിരിക്കുന്നത്. 354D ഉണ്ട്, പക്ഷേ അത് ഫേസ്ബുക്ക് കൺഫർമേഷൻ ഈ ID ഇയാൾ ഉപയോഗിച്ചു എന്നുള്ള കൺഫർമേഷൻ കൊടുക്കാത്തത് കൊണ്ട് പോലീസിന് ഇയാളെ പിടിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇയാൾ പുറത്ത് നിന്ന് കഴിഞ്ഞാൽ അത് എൻ്റെ ജീവന് വരെ അപകടമാണ് എന്ന് എനിക്ക് തോന്നിയ സമയം, ഞാൻ മനസ്സിലാക്കിയ സമയം, ഇവരുടെ പല ഗ്രൂപ്പ് കോൺഫറൻസുകൾ എനിക്കിട്ട് കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടെന്ന് ഇവരുടെ തന്നെ ഗ്രൂപ്പുകളിൽ നിന്ന് എനിക്ക് ചോർന്ന് കിട്ടിയ ടെലിഫോൺ സംഭാഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റുമാനൂർ എൻ്റെ നാട്ടിലെ പോലീസ് സ്റ്റേഷനിൽ ഞാൻ പരാതി കൊടുത്തിട്ട് ഇവനെയൊക്കെ തപ്പി ഞങ്ങൾ തന്നെ നേരിട്ട് പോകേണ്ടി വന്നു. ഞങ്ങൾ പോയി പത്തനംതിട്ട റിംഗ് റോഡിൽ വെച്ചിട്ടാണ് ഇവരെ നമ്മൾ ഫേസ് ടു ഫേസ് ഇവരെ വണ്ടിയുമായിട്ട് കണ്ടു. ഞങ്ങൾ വണ്ടി പിന്നെ തടഞ്ഞിട്ടു. അപ്പോൾ അപ്പോൾ തടഞ്ഞ് പോലീസിന് കൊടുക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ എൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായ IG ഞാൻ വിളിച്ചു പറഞ്ഞു, സാറേ ഞാൻ അവനെ ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, ഇനിയെങ്കിലും നിങ്ങൾ കൊണ്ടുപോകണം. കാരണം പോലീസിൻ്റെ ലിമിറ്റ് എനിക്കറിയാം, പോലീസ് അതുവരെയുള്ള എല്ലാ കാര്യങ്ങളിലും എന്നോട് കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു, പത്തനംതിട്ട SP ഹരിശങ്കറിനെ വിളിച്ചു പറഞ്ഞു, നേരെ സ്റ്റേഷനിൽ കൊണ്ടുപോയി, ഒരാളെ സൈബർ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി, മറ്റേ 2 പേരെ ഫേസ്ബുക്ക് കൺഫർമേഷൻ ഇല്ലാത്തതുകൊണ്ട് മാത്രം ജാമ്യത്തിൽ വിടേണ്ടി വന്നു, സ്റ്റേഷൻ ജാമ്യത്തിൽ വിടേണ്ടി വന്നു. ഇതിൽ പോലീസും നിരപരാധികളാണ്. സ്റ്റേഷൻ ജാമ്യത്തിൽ ഇറങ്ങിയതിൻ്റെ അന്ന് രാത്രി വീണ്ടും ഉമാർ എനിക്കെതിരെ പോസ്റ്റ് ഇട്ടു.
വീണ്ടും എനിക്ക് ഇപ്പോഴും പോസ്റ്റ് ഇട്ടോണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ ഇന്ന സ്ഥലത്ത് പോകണമെന്നും ലൈക്ക് ഹസ്ബൻഡ് ഇവിടെ ഉണ്ടാവില്ല എന്നും ലൈക്ക് ടൂറിന് പോവാന്നുള്ളതും അല്ലെങ്കിൽ കൊച്ച് വേറെ എവിടെയെങ്കിലും പോവാന്നുള്ളതൊക്കെ ഒരു പോസ്റ്റ് ചെയ്യണ അതൊന്നും ഫേസ്ബുക്കിൽ എഴുതി കേട്ടോ, കള്ളന്മാർ അല്ല അതാ ഞാൻ പറഞ്ഞു തന്നെ സാർ. ലൈക്ക് അത് ചില ആൾക്കാർ വിശദമായിട്ട് എഴുതും, ഞാൻ സ്ഥലത്തില്ല ലണ്ടനിൽ പോവുകയാണ്, 12 ദിവസം വീട് അടഞ്ഞു കിടക്കുകയായിരിക്കും, കള്ളന്മാർ നോക്കിക്കോളും. ഫേസ്ബുക്കിൽ ഇപ്പൊ അങ്ങനെ അറിയിച്ചിട്ട് പോവാതിരിക്കുന്നവർ പോലും ചെയ്യുന്ന വേറൊരു പണിയുണ്ട്. ഭാര്യയും ഭർത്താവും 2 മക്കളുള്ള ഒരു കുടുംബം, ഇപ്പൊ അടുത്തുണ്ടായ ഒരു സംഭവമാണ്. ഭാര്യയും ഭർത്താവും 2 മക്കളുള്ള കുടുംബം. അവർ നാളെ രാവിലെ ബോംബെയിൽ നിന്നിട്ട് VT ടെർമിനസിന് മുമ്പ് വെച്ചൊരു ഫോട്ടോ അത് ഫേസ്ബുക്കിൽ എടുത്തിട്ടു. പിറ്റേന്ന് ഈഫൽ ടവറിന് മുമ്പിൽ വന്നിട്ട് അടുത്തൊരു ഫോട്ടോ എടുത്തിട്ടു. എന്തായാലും 3 ദിവസം കഴിഞ്ഞ് വരുന്നത് കൃത്യമായിട്ട് കള്ളന്മാർ കയറി എല്ലാം വെളുപ്പിച്ചിട്ട് അങ്ങ് പോയി. എന്നിട്ട് ഞങ്ങളെ വിളിച്ച് അത് കഴിഞ്ഞിട്ടാണ് പറയുന്നത്, നിങ്ങളെ ഞങ്ങൾ ഫേസ്ബുക്ക് കണ്ടില്ലേ എന്നാണ് പോലീസിനോട് ചോദിക്കുന്നത്. ഞങ്ങളില്ലായിരുന്നു എന്ന് കണ്ടുപിടിച്ച് ഞങ്ങളുടെ വീട് കാക്കേണ്ട ചുമതല നിങ്ങൾക്കില്ലായിരുന്നു എന്ന് ചോദിക്കുന്നിടത്ത്. അപ്പം നമ്മൾ നമ്മുടെ എല്ലാ നീക്കങ്ങളും നാട്ടുകാരെ മുഴുവൻ അറിയിക്കണം എന്നുള്ള അടങ്ങാത്തൊരു വാഞ്ച നമുക്കുണ്ട്. നമ്മളെല്ലാവരും നമ്മളെ ശ്രദ്ധിക്കണം. അതൊന്ന് കുറയ്ക്കാനായിട്ട് ഉള്ളൊരു മനസ്സുണ്ടാക്കിയിട്ട് നെറ്റിൽ കയറാവൂ, ഫേസ്ബുക്ക് ഉപയോഗിക്കാവൂ. പിന്നെ ഈ നേരത്തെ ഇവിടെ പറഞ്ഞ എല്ലാ പിന്നെ എന്താ പറയുക അന്വേഷണത്തിലിരിക്കുന്ന കേസുകളെ കുറിച്ചും എനിക്ക് അഭിപ്രായം പറയാൻ പരിമിതികളുണ്ട്. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ഉറപ്പ് പറയാം, ഈ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം ഒരുപാട് രോഷാകുലനാണ് പോലീസ് ഒന്നും ചെയ്യാത്തതിൽ. ആ രോഷം പൂർണ്ണമായും ഞാൻ ഉൾക്കൊള്ളുന്നു. പക്ഷേ പോലീസ് എന്ന് പറയുന്ന ഒരു നിയമത്തിൻ്റെ ഉപകരണം മാത്രമാണ്. നിങ്ങളോടൊക്കെ ഒരുപാട് സ്നേഹമുള്ള, താല്പര്യമുള്ള, നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് ത്യാഗം സഹിക്കാൻ തയ്യാറുള്ള നിയമത്തിൻ്റെ ഒരു ഉപകരണം മാത്രമാണ് പോലീസ്. നിങ്ങളുടെ ഒരു പരിച്ഛേദമാണ് പോലീസ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. എന്നിട്ട് ഞങ്ങൾക്ക് കൂടുതൽ ആയുധങ്ങൾ തരൂ. 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ഉണ്ടാക്കി തന്ന പോലെയുള്ള ആക്ടുകൾ ഇനി ഉണ്ടാവട്ടെ. ഈ 354D എന്ന് പറയുന്നത് 2013 ഉണ്ടായ നിയമമാണ്. അതുപോലത്തെ ഇനി നിയമങ്ങൾ ഉണ്ടാവട്ടെ. ഇങ്ങനെ സൈബർ അറ്റാക്ക്, ഒരാളെ പിന്നെ എന്താ പറയുക, നേരത്തെ പറഞ്ഞ ഒരാളുടെ ഫോട്ടോ അയാളുടെ അനുവാദം ഇല്ലാതെ ആരെങ്കിലും പോസ്റ്റ് ചെയ്താൽ അയാൾക്ക് 5 വർഷ ശിക്ഷ, 7 വർഷ ശിക്ഷ കൊടുക്കട്ടെ, ഞങ്ങൾ നടപടിയെടുക്കാം. അപ്പോൾ അതിന് കുറച്ചും കൂടെ ഞങ്ങളുടെ കൈകൾക്ക് ശക്തി പകരാനായിട്ട് നിങ്ങളെല്ലാവരും ഞങ്ങളെ കുറ്റം പറയാതെ ഞങ്ങളുടെ കൂടെ നിൽക്കണം എന്ന് വിനീതമായി അപേക്ഷിക്കാനായിട്ട് ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഫേസ്ബുക്കിലൊക്കെ കയറി ഓരോ രീതിയിൽ പെരുമാറുന്ന എല്ലാവരോടും എനിക്കൊരു മുന്നറിയിപ്പ് തരാനുണ്ട്. നിങ്ങൾ എക്സ്പോസ് ചെയ്യപ്പെടുകയാണ്. ഡിജിറ്റൽ തെളിവ് നിങ്ങൾക്കെതിരായി വന്നു കഴിഞ്ഞു, നിങ്ങൾ പിടിക്കപ്പെടും. സൂക്ഷിച്ചിരുന്നുള്ളൂ. മറ്റു വിശേഷവുമായി ഇനി അടുത്ത ശനിയാഴ്ച രാത്രി 9:30. ഗുഡ് ബൈ.